തലക്കെന്ന് ഇപ്പോൾ ആദ്യം പഠിച്ച എന്തെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഏത് ടോപ്പിക്കാണ് പഠിച്ചത്? രണ്ടാമത്തെ ടോപ്പിക്കല്ലേ ഇത്? ആദ്യം അത് പഠിച്ചത് റേസിംഗ് ക്യാപിറ്റൽ അല്ലേ? അത് കഴിഞ്ഞിട്ട് LTF പോകുന്നില്ലേ? LTF ആദ്യം നമ്മൾ ഇക്വിറ്റി എന്താ, അതുപോലെ ബോണ്ട് എന്താന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു, ബേസിക്കായി പറഞ്ഞു. എന്നിട്ട് അതിന് ശേഷം ഏത് തുടങ്ങി? വാല്യുവേഷൻ തുടങ്ങിയില്ലേ? വാല്യുവേഷനിൽ ആദ്യം ബോണ്ടിൻ്റെ പറഞ്ഞു, ബോണ്ടിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അല്ലേ? അതിന് ശേഷം ഇക്വിറ്റിക്ക് വന്നു. ഇക്വിറ്റിയിൽ കോമൺ സ്റ്റോക്കിനെ പറ്റി പറഞ്ഞു, അതുപോലെ പ്രിഫറൻസ് സ്റ്റോക്കിനെ പറ്റി പറഞ്ഞു. അതിന് ശേഷം അതിൻ്റെ പ്രൈസ് കാണാൻ തുടങ്ങി, ഇൻട്രൻസിക് വാല്യൂ അല്ലേ? ഇപ്പം നമ്മൾ എന്താ കണ്ടിക്കണേ? എടാ ഒന്ന് പറഞ്ഞാടി, ഇപ്പം നമ്മൾ എന്താ കണ്ടിക്കണ്? പ്രൈസ് കണ്ടുല്ലേ? എടാ ഇപ്പം നമ്മൾ എന്താ കണ്ടിക്കണേ? പ്രൈസ് കാൽക്കുലേഷൻ ചെയ്തു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വന്നിരുന്നത്? പ്രൈസ് കാണാനുള്ള ഇക്വേഷൻ D/RL വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്ന ആരെയാണ്? ആറിനെയാണ്, റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ പ്രൈസ് കാണാൻ പഠിച്ചില്ലേ? ഇനി നമ്മൾ എന്ത് കാണാൻ അടിക്കുന്നത്? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബോണ്ടിന് എത്ര റിട്ടേൺ കൊടുക്കണം, മിനിമം എത്ര റിട്ടേൺ കൊടുക്കണം, അത് ഇതുവരെയും ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരികയല്ലേ? റിട്ടേൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? തരികയാണ്. നമ്മൾ CAPM പഠിച്ച ഓർമ്മ നമുക്ക് CAPM നമ്മൾ റിസ്ക് കാണുന്നത് പഠിച്ചില്ലേ? RRR കാണുന്നത് പഠിച്ചില്ലേ? ആ മെത്തേഡ് മാത്രമല്ല, ഒരുപാട് എന്തുണ്ട്, മെത്തേഡുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബോണ്ടിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആറ് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ? മിനിമം റിട്ടേൺ. ഇൻവെസ്റ്ററിന് റിട്ടേൺ ആണ്, ഈ കമ്പനിക്ക് എന്താണ്? കോസ്റ്റ് അല്ലേ? അങ്ങോട്ട് കൊടുക്കണ്ടല്ലേ, ഡിവിഡൻഡ് അങ്ങോട്ട് കൊടുക്കാനാണ്, ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങോട്ട് കൊടുക്കാനാണ്. അങ്ങോട്ടാ ആസ് എ ഇൻവെസ്റ്റർ, ഞാൻ ഇൻവെസ്റ്റർ ആണെങ്കിൽ എനിക്ക് എന്താണ്? റിട്ടേൺ ആണ്. ഞാനൊരു കമ്പനി ആണെങ്കിൽ എനിക്ക് എന്താണ്? കോസ്റ്റ് അല്ലേ? ഓക്കെ, ചിലവാണ്. അതുകൊണ്ട് നമ്മൾ ആരുടെ പെർസ്പെക്റ്റീവിലാണ് പഠിക്കണത്? നമ്മൾ കമ്പനി ആണല്ലോ, നമ്മുടെ പെർസ്പെക്റ്റീവിലാവുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെന്താ വിളിക്കുക? റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് തന്നെ പറയാം. പക്ഷേ അത് നമ്മൾ എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ പറഞ്ഞാൽ ഏതൊക്കെയുള്ളടാ? ഡെപ്റ്റും ഇക്വിറ്റിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതാ പഠിക്കാൻ പോകുന്നത്? ആറല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കാണും? ബോണ്ടിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയെന്ന് കാണും. എന്താണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മിനിമം റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ ഇപ്പോൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് എത്ര രൂപ റിട്ടേൺ എന്ത് ചെയ്യണം? കൊടുക്കണം. അത് പേഴ്സൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യണതാണ് ഏത്? റിക്വേർഡ് റേറ്റ് ഓഫ് RRR പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ ബോണ്ടിൻ്റെ എന്ത് കാണേണ്ടി വരും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിസ്ക് റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കാണേണ്ടി വരും. പിന്നെ ബോണ്ട് മാത്രമാണ് നമുക്ക് ക്യാപിറ്റലുകൾ. ഏതൊക്കെ ക്യാപിറ്റലുണ്ട്? കോമൺ സ്റ്റോക്കില്ലേ? കോമൺ സ്റ്റോക്കിൻ്റെ ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനും 2-3 മെത്തേഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. പിന്നെ ഏതുണ്ട്? പ്രിഫർ സ്റ്റോക്കില്ലേ? പ്രിഫർ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഏതും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ റീറ്റൈൻഡ് ഏർണിങ്സും കൂടി ഉണ്ട്. എന്തുകൂടി ഉണ്ട്? റീറ്റേൺ ഏർണിങ്സ്. റീറ്റേൺ ഏർണിങ്സ് എന്താ വരാനുള്ള കാരണം? ഒന്ന് ആലോചിക്കും നിങ്ങൾ. റീറ്റേൺ ഏർണിങ്സ് ഡിവിഡൻഡ് കൊടുക്കാൻ എടുത്തേച്ചിക്കല്ലേ നിങ്ങൾ? അതുകൊണ്ട് തന്നെ ഇതാർക്ക് കൊടുക്കേണ്ട പൈസ ആയിരുന്നു? ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കേണ്ട പൈസ അല്ലായിരുന്നു. അത് നമ്മളിപ്പോൾ ആരിൽ നിന്ന് കടം വാങ്ങിയ പോലെയാണ്. അതൊന്ന് ആലോചിക്കും നിങ്ങൾ. ആരിൽ നിന്ന് കടം വാങ്ങിയ പോലെ നമ്മളെ ഫണ്ടാണ്. കമ്പനി വേറെ, ബിസിനസ് വേറെ അല്ലേ? കമ്പനി വേറെ, ഷെയർ ഹോൾഡേഴ്സ് വേറെ അല്ലേ? അതിൽ പറഞ്ഞ് കമ്പനി വേറെ, ഷെയർ ഹോൾഡേഴ്സ് വേറെ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് വെച്ചിട്ട് നമ്മൾ ഇൻകം ഉണ്ടാക്കി. ആ ഇൻകം നമ്മൾ അവിടെ എടുത്തേച്ചിക്കല്ലേ? ആർക്ക് കൊടുക്കാതെ എടുത്തേച്ചിട്ടുള്ളത്? നമ്മളെ ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? പുറത്തുനിന്ന് കടം വാങ്ങണതിന് പകരം നമ്മളെ ആൾക്കാരിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? കടം വാങ്ങിക്കുക. അപ്പോൾ ബോണ്ട് പറഞ്ഞാൽ പുറത്തുനിന്ന് ആളിൽ നിന്ന് കടം വാങ്ങുകയല്ലേ? കോമൺ സ്റ്റോക്ക് ആണെങ്കിലും പുറത്തുനിന്ന്, പ്രിഫർ സ്റ്റോക്ക് ആണെങ്കിലും പുറത്തുനിന്ന്. ഇത് പുറത്തുനിന്നല്ല, പക്ഷേ കമ്പനി വേറെയും ഷെയർ ഹോൾഡേഴ്സ് വേറെയും. അതുകൊണ്ട് ഓലെ നെറ്റ് ഇൻകാണ് നമ്മൾ റിട്ടേൺ ഏർണിങ്സിൽ എടുത്തേക്കണില്ലേ? അപ്പോൾ ആരിൽ നിന്ന് കടം വാങ്ങിയ പോലെയാണ് നമ്മളെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കടം വാങ്ങിയ പോലെയാണ്. അപ്പോൾ അവിടെ എത്ര ക്യാപിറ്റൽ അല്ലെങ്കിൽ എത്ര കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നിങ്ങൾ കാണേണ്ടി വരും, അല്ലെങ്കിൽ റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കാണേണ്ടി വരും? ബോണ്ട്, കോമൺ സ്റ്റോക്ക്, പ്രിഫർ സ്റ്റോക്ക്, പിന്നെ ഏതും റീറ്റെയിൻഡ് ഏർണിങ്സും കാണേണ്ടി വരും. അപ്പോൾ ഇരിക്കോ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് ഇരിക്കോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലായി. ഒരു ബോണ്ട് അല്ലെങ്കിൽ പ്രിഫർ സ്റ്റോക്ക് അല്ലെങ്കിൽ കോമൺ സ്റ്റോക്ക്, ഇതിന് റിട്ടേൺ കൊടുക്കേണ്ട മിനിമം പെർസെൻറ്റേജിനെ എന്ത് വിളിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ R എന്ന് വിളിക്കൂലേ? അല്ലെങ്കിൽ വേറെ രീതി പറയാം RRR, റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പുതിയ ടേം കണ്ട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴാണ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ $1 മില്യൺ ഫണ്ട് റൈസ് ചെയ്തിട്ടുള്ളത്. എത്രയാണ് ഫണ്ട് റൈസ് ചെയ്തിട്ട്? 1 മില്യൺ. അപ്പോൾ ക്യാപിറ്റൽ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 1 മില്യൺ. അപ്പോൾ ശ്രദ്ധിക്കുക, ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞത്? 1 മില്യൺ അല്ലേ പറഞ്ഞത്? ടോട്ടൽ എമൗണ്ട് 1 മില്യൺ. ആ 1 മില്യൺ ക്യാപിറ്റൽ എന്ത് ചെയ്തിട്ടുണ്ട്? റൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫോർ എക്സാമ്പിൾ ഒരു 200,000 എന്തെന്നാണ് വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ബോണ്ടാണ്. 200,000 എന്താണ്? ബോണ്ടാണ്. വേറെ 400,000 എന്തെന്നാണ് വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ കോമൺ സ്റ്റോക്കാണ്. എന്താണ്? കോമൺ സ്റ്റോക്ക്. പിന്നെ ഒരു 400,000 എന്നതാണെന്ന് വിളിച്ചാൽ പ്രിഫർ സ്റ്റോക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 1 മില്യൺ ആയാലോ. പക്ഷെ റേസ് ചെയ്തിൻ്റെ എമൗണ്ട് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? പല രീതിയിലാണ് എന്ത് ചെയ്യുക? റേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കമ്പനിയിൽ തന്നെ എന്തൊക്കെ ഉണ്ട്? ബോണ്ട് ഉണ്ട്, കോമൺ സ്റ്റോക്ക് ഉണ്ട്, പിന്നെ എന്തുണ്ട്? പ്രിഫർ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഒറ്റ ഒരു ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് പോലും 100% പോണ്ട, 1 മില്യൺ ഫുള്ള് പോണ്ട.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ബോണ്ടിന് മാത്രം എന്ത് കണ്ടായി, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ട പോലെ, അല്ലെങ്കിൽ 6 കണ്ട പോലെ. ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 6 ഉണ്ടാവില്ലേ, അതുപോലെ 3 ക്യാപിറ്റലും ഉണ്ടല്ലേ. അപ്പോൾ ഒരു പ്രൊപ്പോർഷൻ പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെ വരുന്നുണ്ടാവുക? ഫോർ എക്സാമ്പിൾ പറയാം 400 അല്ലേ, 1 മില്യൻ്റെ 400K എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ടാവുക പ്രൊപ്പോർഷൻ? എത്ര പെർസെൻറ്റേജ് ഒക്കെ ഇടാ, എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ടാവുക? 4 ലക്ഷം ഡിവൈഡ് ബൈ 10 ലക്ഷം അല്ലേ, എത്ര പെർസെൻറ്റേജ് ആണ്? 40%. ബോണ്ടോ 20%. ഇത് എത്ര പെർസെൻറ്റേജാ? 40%. ഇതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, ഇതേപോലെ തന്നെ ബോണ്ടിന് വേറെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേക്കാരം, പ്രിഫറൻസ് സ്റ്റോക്കിന് വേറെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേക്കാരം, കോമൺ സ്റ്റോക്കിന് എന്താ കാരം വേറെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആക്കാരം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ചെയ്യേണ്ടി വരും. നിങ്ങളിപ്പോൾ ഏതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റഡ് ആവറേജ് കോൺട്രിബ്യൂഷൻ മാർജിൻ പറഞ്ഞ സാധനം പഠിച്ചുക്കണോ? അതെന്തിനാ നിങ്ങൾ ചെയ്യണത് ഒന്ന് ആലോചിക്കും നിങ്ങൾ. കാരണം മിക്സ് ആവാണ്, പ്രൊഡക്റ്റ് എന്താണ് മിക്സ് ആവാണ്, സെയിം കാൽക്കുലേഷൻ, അത്രേ ഉള്ളൂ, സെയിം കാൽക്കുലേഷൻ. അവിടെ പ്രൊഡക്റ്റിൻ്റെ മിക്സിന് പകരം ഇവിടെ ക്യാപിറ്റലിൻ്റെ മിക്സാണ് വരിക. എന്താ വരിക? ക്യാപിറ്റലിൻ്റെ മിക്സ്. അവിടെ CMന് പകരം ഇവിടെ എന്താ വരിക? റിക്യൂർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് വരിക. ഓക്കെ, അപ്പോൾ സെയിം കാൽക്കുലേഷൻ തന്നെ. എന്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് അല്ല, മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ കമ്പനി ഒറ്റൊന്നും മാത്രമല്ല ഫണ്ട് റൈസ് ചെയ്യുന്നത്, പലതൊന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഫണ്ട് റൈസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വ്യത്യാസങ്ങൾ ഉണ്ടാവുക? അപ്പോൾ 6 ഇൻറ്റു എന്താ അടിക്കേണ്ടി വരും? അതിൻ്റെ വെയിറ്റ് അടിക്കേണ്ടി വരില്ലേ? പക്ഷെ ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? ഇതേപോലെ 6 ഇൻറ്റു വെയിറ്റ്, പിന്നെ 6 ഇൻറ്റു വെയിറ്റ് ഉണ്ടാവില്ലേ? അത് 3ആണ്. അപ്പോൾ ABC പ്രൊഡക്റ്റുകൾ പറയുന്ന പോലെ തന്നെ ഇവിടെ ബോണ്ട്, കോമൺ സ്റ്റോക്ക്, പ്രിഫറൻസ് സ്റ്റോക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു കമ്പനി ഒന്നൊന്നും മാത്രം ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ 8% ഉണ്ടെങ്കിൽ 8 ഇൻറ്റു 100% അല്ലേ, എത്ര പെർസെൻറ്റേജ് തന്നെ? 8 തന്നെ. എപ്പോഴാണ് ഇത് യൂസ് ചെയ്യേണ്ട സാഹചര്യം വരുന്നത്? ഒരു കമ്പനി എന്ത് ചെയ്യുക, വ്യത്യസ്ത കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വ്യത്യസ്ത ക്യാപിറ്റൽ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ചില കമ്പനി 50-50 ആവും. അപ്പോൾ പെർസെൻറ്റേജ് എങ്ങനെയാണ്? പെർസെൻറ്റേജ് നമ്മളെങ്ങനെയാണ് ആ കമ്പനി ടോട്ടൽ എത്ര ഫണ്ട് റൈസ് ചെയ്തിരിക്കുന്നു നോക്കാം, അതിൽ ബോണ്ട് എത്ര എമൗണ്ട് ആണ് നോക്കാം. അപ്പോൾ ആ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അല്ലേ. നമ്മളിതിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ, വെയിറ്റ് കാണാൻ നമ്മളുടെ മറ്റേ ബ്രേക്ക് ഈവൻ കാണുമ്പോൾ വെയിറ്റ് കാണാനൊക്കെ എന്താ യൂസ് ചെയ്യുന്നത്? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിനൊക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ യൂണിറ്റ്സിനൊക്കെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ട് എയുടെ യൂണിറ്റ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ്, ബിയുടെ യൂണിറ്റ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ്, ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാണുക, പ്രൊപ്പോർഷന് കാണുക. അപ്പോൾ എന്നാൽ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 2 മില്യൺ റൈസ് ചെയ്തു, അല്ല ഒരു 400K കോമൺ സ്റ്റോക്ക് ആണെങ്കിൽ കോമൺ സ്റ്റോക്കിൻ്റെ പെർസെൻറ്റേജ് എത്ര ഉണ്ടാവുക? 400 ഡിവൈഡ് ബൈ 2000, അതായത് അല്ലെങ്കിൽ 400,000 ഡിവൈഡ് ബൈ 2 മില്യൺ എത്ര ഉണ്ടാവുക? 20%. 20%. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യേണ്ടി വരും? വെയിറ്റ് എന്ത് ചെയ്യേണ്ടി വരും? കാണേണ്ടി വരും. അതിൽ നിങ്ങൾക്ക് എന്തായാലും പാസ്റ്റ് എക്സ്പീരിയൻസ് എന്തുണ്ടാവും, വെയിറ്റ് കാണ്ടിയിൽ എന്ത് ചെയ്യും ഉണ്ടാവും. അവിടെ യൂണിറ്റ്സ് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ എന്ത് വെച്ചിട്ടാണ്, ക്യാപിറ്റൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഒരു കമ്പനി വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ടോട്ടൽ റിസ്ക് എത്ര നോക്കാനാണ്, ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ എത്ര കോസ്റ്റാണ് ഈ ക്യാപിറ്റൽ കാരണം കമ്പനിക്ക് വരുന്നതെന്ന് നോക്കാനാണ് എന്ത് കാണുന്നത്, കമ്പനിയുടെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് പറയട്ടോ. ഇത് നോക്കി കാണി. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മോസ്റ്റ് കോമൺ വേ എക്സ്പ്രസിങ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ എ കമ്പനി. ഏതിൻ്റെയാണ്? ഒരു കമ്പനിയുടെ മുഴുവൻ. കാരണം ഒരു കമ്പനിയിൽ വെറും ബോണ്ട് മാത്രമല്ല ഉണ്ടാവുക, ചിലപ്പോൾ കോമൺ സ്റ്റോക്ക് ഉണ്ടാവും, ചിലപ്പോൾ പ്രിഫറൻസ് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് എത്രയും നോക്കാം, ക്യാപിറ്റലിൽ ഉണ്ടാവുന്ന കോസ്റ്റ് എത്രയും നോക്കാനാണ് ഏത് യൂസ് ചെയ്യുന്നത്, നമ്മൾ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ 3 കോമ്പണൻസ് ഉണ്ടാവില്ലേ? ഏതൊക്കെ 3 കോമ്പണൻസ്? ഡെപ്റ്റ് ഉണ്ടാവും, പ്രിഫേർഡ് ഇക്വിറ്റി ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും? കോമൺ ഇക്വിറ്റി. കോമൺ ഇക്വിറ്റി പറഞ്ഞാൽ കോമൺ സ്റ്റോക്കും ഉണ്ട്, പിന്നെ ഏതുണ്ട് പറഞ്ഞാൽ റിട്ടേൺഡ് ഏൺസ് ഉണ്ട് പറഞ്ഞില്ലേ. കോമൺ സ്റ്റോക്ക് ഉണ്ടാവും, അതുപോലെ ഏതും ഉണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ആയിട്ട് പറയണതാണ് ഇത്. കോമൺ സ്റ്റോക്ക് എന്ന് പറയുന്നതിന് പകരം കോമൺ ഇക്വിറ്റി എന്നല്ല പറഞ്ഞു. കോമൺ ഇക്വിറ്റി പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ട്? കോമൺ സ്റ്റോക്കും ഉണ്ട്, പിന്നെ ഏതുണ്ട്? റീറ്റെയിൻഡ് ഏണിങ്സും ഉണ്ട്. പിന്നെ വെയിറ്റ് ചെയ്യുന്ന എന്തിൻ്റെ ബേസിസിലാണ്? മാർക്കറ്റ് വാല്യൂ. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മൾ വെയിറ്റ് ചെയ്യണില്ലേ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1 മില്യൻ്റെ 2 ലക്ഷം ഉണ്ടെങ്കിൽ 20% എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഡാറ്റയും തരും, മാർക്കറ്റ് വാല്യൂയും തരും. ഏതൊക്കെ തരും? ബാലൻസ് ഷീറ്റിൻ്റെ ബുക്ക് വാല്യൂ അറിയില്ലേ നമ്മൾ? ബുക്ക് വാല്യൂ പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിലുള്ളതല്ലേ. അപ്പോൾ ബുക്ക് വാല്യൂയും തരും, മാർക്കറ്റ് വാല്യൂയും തരും. നമ്മൾ ഏതെടുക്കേണ്ടത്? മാർക്കറ്റ് വാല്യൂ. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടത് ഏതിൻ്റെ ബേസിസിലാണ്? നമ്മൾ മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിസിൽ ആണ്. ഇനി എങ്ങനെ സ്റ്റെപ്സ്, എങ്ങനെ വാക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ബേസ് ആയിട്ട് പറയണം കേട്ടോ. ആദ്യം നമുക്ക് 6 വേണ്ടേ? 6 പറഞ്ഞ സാധനം വേണ്ടേ? 6 വെയിറ്റ് പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിമ്പിളല്ലേ. ജസ്റ്റ് ടോട്ടൽ ക്യാപിറ്റൽ, ആ ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ, ബോണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ, കോമൺ സ്റ്റോക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കിട്ടും. വെയിറ്റ് കണ്ടുപിടിക്കാൻ വലിയ പണിയില്ല. പക്ഷേ 6 കണ്ടുപിടിക്കൽ അത്യാവശ്യം പണിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഒരു 2-3-4 സ്റ്റേജസ് ഒക്കെ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ 2-3-4 മെത്തേഡൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് എന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എങ്ങനെയാണ് വാക്ക് കാണുന്നുണ്ടാവുക? അതിൻ്റെ ഇക്വേഷനുകൾ കണ്ടിട്ട് താഴെ
എങ്ങനെ കണ്ടാവുക ഡബ്ല്യു അല്ലേ ഡബ്ല്യു പറഞ്ഞാൽ എന്താടാ വെയിറ്റ് അല്ലേ വെയിറ്റ് ഇൻറ്റു റിക്യൂർഡ് റേറ്റ് ഓഫ് റിട്ടേൺ പിന്നെ എന്തൊരു ചിഹ്നമുണ്ട് ഒരു സിഗ്മ അല്ലേ അവിടെ സമ്മ് എന്താണ് അതുകൊണ്ട് മീൻസ് ചെയ്യുന്നത് സമ്മ് അപ്പോൾ എങ്ങനെ വരുന്നുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നോക്കി നിങ്ങൾ ഡെപ്റ്റിൻ്റെ പെർസെൻറ്റേജ് തരും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കാൽക്കുലേഷൻ ചെയ്യണം പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ വെയിറ്റ് ഇൻറ്റു എന്താണ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് അതായത് ഏത് 6 പറഞ്ഞ സാധനമല്ലേ അപ്പോൾ വെയിറ്റ് ഇൻറ്റു 6 അങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യുക ഇൻറ്റു ചെയ്ത് അതിൻ്റെ സമ്മാണ് എന്ത് വരിക നമ്മളെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിട്ട് വരിക അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്തിനാ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഉണ്ട് ഡിവിഡൻറ്റിന് ആഫ്റ്റർ ടാക്സ് ഉണ്ടോ ഡിവിഡൻറ്റിന് ആഫ്റ്റർ ടാക്സ് ഇല്ല പക്ഷേ ഇൻട്രസ്റ്റിന് എന്തുണ്ടാവും അപ്പോൾ ബോണ്ടിൻ്റെ ഇപ്പോൾ 8% നമ്മൾ കൊടുക്കേണ്ടി വിചാരിച്ചോ റിട്ടേൺ പക്ഷെ 8% നമുക്ക് വരില്ല കാരണം 8% എന്ത് പോകും നമ്മളുടെ ടാക്സ് പറഞ്ഞ സംഭവം എന്ത് ചെയ്യും പോകും ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം 20,000 രൂപ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ 20,000 രൂപ ഫുള്ളി നമ്മളെ കയ്യിൽ നിന്ന് പോകില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 20,000 രൂപ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ 20,000-ൻ്റെ എന്താ അടക്കേണ്ട നമ്മൾ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ടാക്സ് ബെനിഫിറ്റ് എന്തിന് കിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോണ്ടിന് കിട്ടും അപ്പോൾ ബോണ്ടിന് എന്തുണ്ടാവും ആഫ്റ്റർ ടാക്സ് ഉണ്ടാവും അതായത് മറ്റേതിന് രണ്ടിനും എന്ത് കാണേണ്ട ആവശ്യമില്ല ആഫ്റ്റർ ടാക്സ് കാണേണ്ടി വരില്ല അപ്പോൾ ആദ്യം വരുന്ന മിസ്റ്റേക്ക് ബാക്ക് കാണുമ്പോൾ വരുന്ന എപ്പോഴും വരുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടാക്സ് കുറക്കാൻ മറക്കും ബോണ്ടിന് എന്തുണ്ട് ടാക്സ് ഡിഡക്ഷൻ ഉണ്ട് അപ്പോൾ 8 അല്ലെങ്കിൽ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40% ടാക്സ് ഉണ്ട് വിചാരിച്ചോ 10% 40% എന്തുണ്ട് ടാക്സ് ഉണ്ട് അപ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് 10% എന്ത് ചെയ്യില്ല പോകില്ല 40% ടാക്സ് പോയിട്ട് എത്രയേ പോകുള്ളൂ 6% നിങ്ങളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂ പോകുള്ളൂ ചെറിയൊരു എമൗണ്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ 10,000 രൂപ ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 10,000-ൻ്റെ എന്ത് അടക്കേണ്ട ആവശ്യമില്ല 4,000 രൂപ ടാക്സ് അടക്കണ്ടല്ലോ അപ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് എത്രയേ പോകുന്നുള്ളൂ ശരിക്കും 6,000 അതായത് 6% അല്ലത് അപ്പോൾ എന്ത് കാണേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റിനെ എന്താക്കേണ്ടി വരും ആഫ്റ്റർ ടാക്സ് ആക്കേണ്ടി വരും അപ്പോൾ 10% ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% പോവുമോ അതിന് എത്ര പെർസെൻറ്റേജ് ടാക്സ് ഫോർ എക്സാമ്പിൾ 40 ഉണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് നിങ്ങളിൽ നിന്ന് പോവുള്ളൂ 6% എന്ത് ചെയ്യും 40% ടാക്സ് പോയില്ലേ അതുകൊണ്ട് തന്നെ ബാക്കി എത്ര നിങ്ങളെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടാവുള്ളൂ ജസ്റ്റ് 6% ഞങ്ങളെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടാവുള്ളൂ എന്നാൽ നിങ്ങൾ കോമൺ സ്റ്റോക്കിനും പ്രിഫർ സ്റ്റോക്കിനും ഇത് കാണണോ കാരണം കോമൺ സ്റ്റോക്കിനും പ്രിഫർ സ്റ്റോക്കിനും എന്താ കൊടുക്കാൻ പോകുന്നത് ഡിവിഡൻഡ് അല്ലേ ഡിവിഡൻഡ് എന്തല്ല ടാക്സ് ഡിഡക്റ്റബിൾ അല്ല അപ്പോൾ നമ്മൾ ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും വെറുതെ പഠിച്ചോന്നല്ല കേട്ടോ ഇതൊക്കെ ഇവിടെ യൂസ് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ കാണേണ്ടത് എന്താണ് ആഫ്റ്റർ ടാക്സ് റിക്യൂർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കാണണം 6 കാണണം ആദ്യം ഏത് കാണണം 6 കാണണം ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാണണം വെയിറ്റ് കാണണം അപ്പോൾ 6 കിട്ടി അതുപോലെ ഏതും കിട്ടി വെയിറ്റും കിട്ടി എന്നാൽ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഇനി എന്ത് ചെയ്യുക വാക്ക് എന്ത് ചെയ്യുക കാൽക്കുലേഷൻ ചെയ്യുക എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുക വെയിറ്റ് ഇൻറ്റു എന്തടിച്ചാൽ 6 അടിച്ചാൽ മതി അത് സമ്മ് വേണ്ടേ കാരണം ഒന്ന് മാത്രമല്ലല്ലോ 2-3 എണ്ണം ഉണ്ടാവും എന്നാൽ എഴുതി ഗുണങ്ങൾ എന്നാൽ താഴെ ടേബിൾ എന്ന് വരച്ചാണ് ജസ്റ്റ് പറഞ്ഞാണിന്നാ എന്തൊക്കെ തന്നിട്ടുള്ളത് കോസ്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് എന്നാ അല്ലെങ്കിൽ റിട്ടേണില്ലേ അത് തന്നിട്ടുണ്ട് അതുപോലെ വെയിറ്റും തന്നിട്ടുണ്ട് കമ്പനിയിൽ 9% ഫസ്റ്റ് ഡെപ്റ്റ് അല്ലേ 9% ആണ് കോസ്റ്റ് വരുന്നത് ഡെപ്റ്റിന് പക്ഷെ കമ്പനി അത് എത്ര പ്രൊപ്പോർഷനെ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് വരുന്നുള്ളൂ 25% ഉള്ളല്ലോ അപ്പോൾ 9 മുഴുവൻ ഉണ്ടോ 100% ഉണ്ടോ ഇല്ല ജസ്റ്റ് എത്ര ഉള്ളൂ 25% ഉള്ളൂ അങ്ങനെയാണെങ്കിൽ എത്ര വരും ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 9 × 25% എത്രയാണ് 2.25% അല്ലേ ഓക്കെ ഇനി എത്രയുള്ളത് കോമൺ സ്റ്റോക്ക് അല്ലെങ്കിൽ കോമൺ ഇക്വിറ്റി ഉണ്ട് അത് എത്ര പെർസെൻറ്റേജ് കോസ്റ്റ് വരുന്നുണ്ട് അതിന് 11 വരുന്നുണ്ട് പക്ഷേ അത് എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നുള്ളൂ കമ്പനിയുടെ ക്യാപിറ്റലിൽ 45% അതിൽ നിന്ന് ഫണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ റേസ് ചെയ്തിട്ടുള്ളൂ എത്ര എമൗണ്ട് വരുമോ 4.95%. ഓക്കെ പിന്നെ ഇനി എന്താ വരുന്നത് 10% ആണ് പ്രിഫേർഡ് ഇക്വിറ്റി അല്ലെങ്കിൽ പ്രിഫേർഡ് സ്റ്റോക്ക് എന്ന് വരുന്നത് അത് കമ്പനിയുടെ എത്ര പെർസെൻറ്റേജ് ആണ് ജസ്റ്റ് 30% അല്ലേ അങ്ങനെയാണെങ്കിൽ എത്ര വരുമോ 3%. 3%. നിങ്ങൾക്ക് ഇവിടെ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ടാവും ഇത് ഫുള്ള് കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടുക 100 അത് എന്തായാലും 100% ആവണ്ടേ കാരണം കമ്പനിയുടെ നമ്മളതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ആൻസർ എന്നിട്ട് എത്ര ഫൈനൽ എത്ര സമ്മല്ലേ ഇതിൻ്റെയൊക്കെ സമ്മല്ലേ പ്ലസ് അല്ലേ വരിക എത്രയാണ് 10.2. 10.2%. അപ്പോൾ കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് 10.2%. ഒരു കമ്പനിക്ക് ഇത് കൂടുക കുറേ നല്ലത് എന്ന് പറയുകയാണെങ്കിൽ കുറയല്ലേ കാരണം കോസ്റ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. കമ്പനിയുടെ ബാക്ക് കുറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിക്ക് ലോൺ കിട്ടാനൊക്കെ സുഖമാണ്
അല്ലേ? കാരണം കമ്പനിക്ക് എന്താണ് ഇപ്പോൾ ഓൾറെഡി എന്തില്ല എന്നുള്ളതാണ് അർത്ഥം. ഡെപ്റ്റും കാര്യങ്ങളും കടങ്ങളും റിട്ടേൺ കൊടുക്കാനില്ല എന്നുള്ളതല്ലേ. അപ്പോൾ ഒരു കമ്പനി മാക്സിമം ചെയ്യേണ്ടത് എന്താണ്? ഓലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വാക്ക് എന്ത് ചെയ്യാനാണ് നോക്കേണ്ടത്? കുറക്കാനാണ് നോക്കേണ്ടത്. അതൊരു പോയിൻ്റാണ് കേട്ടോ. പിന്നെ താഴത്തൊരു പോയിന്റ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോയിന്റ് കേട്ടോ. എന്താ പറയുന്നത് അവിടെ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിലെ നീഡ് ടു ബി റെഡ്യൂസ്ഡ് ഫ്രം ടാക്സസിലെ ബിക്കോസ് ഇൻട്രസ്റ്റ് ഇസ് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ്. നമ്മൾ പറഞ്ഞ് പായിക സംഭവം ഇൻട്രസ്റ്റ് എന്താണ്? ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ ഉണ്ട് കേട്ടോ താഴെ. ഇപ്പോൾ 10% കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ 40% ടാക്സ് ഉണ്ടെങ്കിൽ എത്ര വരുള്ളൂ ശരിക്കും? 6%. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 10,000 രൂപ ഉണ്ട് വിചാരിച്ചോ നിങ്ങളിൽ. എത്ര ഉണ്ട്? 10,000 രൂപ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ട് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ 10,000 നിങ്ങൾ എക്സ്പെൻസ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് എത്ര കുറയാണ്? 10,000 കുറയല്ലേ? ആ 10,000ൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് കൊടുക്കണ്ട? ഓപ്പർച്യൂണിറ്റിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓപ്പർച്യൂണിറ്റി അല്ല, ശരിക്കും നമ്മൾ കൈക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. നിങ്ങൾ 10,000 എക്സ്പെൻസ് ചിലവാക്കിക്കല്ലേ? അത് ചിലവാക്കാതെ ഇരുന്നിക്കുകയാണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കി. ചിലവാക്കാതെ ഇരുന്നിക്കുകയാണെങ്കിൽ ആ 10,000ൻ്റെ മുകളിൽ ഇൻകത്തിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണ്ടേ? അപ്പോൾ ആ 10,000-ന് എത്ര ടാക്സ് കൊടുക്കേണ്ടിയിരുന്നു? 40% ഇവിടെ ടാക്സ് റേറ്റ് പറയുന്നത് കൊടുക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് 4,000 രൂപ ടാക്സ് എന്ത് ചെയ്യാൻ പറ്റി? സേവ് ചെയ്യാൻ പറ്റി. അപ്പോൾ 10,000 നിങ്ങളെ കയ്യിൽ നിന്ന് പോയെങ്കിലും 4,000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് എത്രയേ പോയിട്ടുള്ളൂ? 6,000 ഉള്ളല്ലോ പോയിട്ടുള്ളത്. ആലോചിച്ച് നോക്കി. 10,000 രൂപ നിങ്ങൾ ചിലവാക്കിയോണ്ട് നിങ്ങൾക്ക് എത്ര രൂപ ലാഭം കിട്ടി? 4,000 രൂപ എന്ത് കിട്ടി? ലാഭം കിട്ടിയില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളെ കയ്യിൽ നിന്ന് എത്ര എഫക്റ്റീവ്ലി പോയിട്ടുള്ളൂ? ജസ്റ്റ് 6,000 പോയിട്ട്. അതായത് എത്ര പെർസെൻറ്റേജ്? 6%. ജസ്റ്റ് എന്ത് ചെയ്താൽ 10 - 40% വലിയ പരിപാടിയിൽ. ഇവിടെ എല്ലാം ഉണ്ടില്ലേ? ടാക്സും തന്നിട്ടില്ലേ? ആ ടാക്സ് ശ്രദ്ധിക്കണം കേട്ടോ. 8 കുറക്കേണ്ടി വരും. 8 32 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 8 - 32 5.4. അപ്പം 5 എല്ലാതിൻ്റെയും ഇങ്ങനെ കാണുമല്ലോ. നാളെ റീറ്റേൺ ഏൺസും ഉണ്ട്. അപ്പം ഡെപ്റ്റിന് എന്താക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എടാ ഡെപ്റ്റിന് എന്താക്കണം? ആഫ്റ്റർ ടാക്സ് ആക്കണ്ടേ? ഡെപ്റ്റിന് എന്താക്കണം? ആഫ്റ്റർ ടാക്സ് ആക്കണം. അപ്പോൾ 5.44 × 30%. പിന്നെ ഇതെന്തെങ്കിലും ടാക്സ് ഡിഡക്ഷൻ ചെയ്യണോ? വേണ്ട. അപ്പോൾ 9 × 30%. അങ്ങനെ മനസ്സിലായത്? പ്രൊപ്പോർഷൻ ഡെപ്റ്റിനും പ്രിഫേർ സ്റ്റോക്കിനും എത്രയാണ്? 30 വരുന്നത്. അപ്പോൾ 60 ആയില്ലേ? പിന്നെ കോമൺ സ്റ്റോക്കിന് റീറ്റേണൻസ് 20 വരുന്നത്. അപ്പോൾ എത്രയായി? 80 100 അല്ലേ? സംഭവമായില്ലേ? അപ്പോൾ 30 പിന്നെ 20 അല്ലേ? അപ്പോൾ പ്രൊപ്പോർഷൻ പറഞ്ഞിട്ട് വേറെ രീതിയിൽ നിന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഏതാണ്? കോമൺ സ്റ്റോക്ക് എത്ര പെർസെൻറ്റേജാണ്? 11 × 20%. പിന്നെ എത്രയാണ്? 10 × 20%. ഇതിൻ്റെയൊക്കെ സം എടുത്താൽ പോരെ? മൂന്നിൻ്റെ വെയിറ്റ് ഒരു തന്നില്ലേ? 3ൻ്റെ റിക്വയർ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ കോസ്റ്റ് ഒരു തന്നില്ലേ? ഇനിയാണ് ടിസ്റ്റ് വരാൻ പോകുന്നത്. 3 അല്ല 4 ഉണ്ടാവും. അപ്പോൾ 4ൻ്റെ ഈ 4ൻ്റെ വെയിറ്റ് നിങ്ങൾ കാണേണ്ടി വരും. അതായത് ടോട്ടൽ ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്ത് ചെയ്യേണ്ടി വരും. കാണില്ല, അത് വലിയ പ്രശ്നമൊന്നുമില്ല, ചെയ്യാം. പക്ഷെ 4ൻ്റെ എന്ത് കാണേണ്ടി വരും? 6 കാണേണ്ടി വരും. അത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്ന് എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ദ കോമ്പണൻസ്. എല്ലാ കോമ്പണൻസിൻ്റെ എന്ത് കാണാൻ പോവുകയാണ്? കോസ്റ്റ് അല്ലെങ്കിൽ 6 എന്ത് ചെയ്യാൻ പോവുകയാണ്? കാണാൻ പോവുകയാണ്. ഫസ്റ്റ് കോമ്പണൻറ്റ് എന്തായാലും നോർമലി ഏതാണ്? ഡെപ്റ്റ് അല്ല പറയൽ. അത് ബോണ്ട് ഉണ്ടല്ലോ, ബോണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റ്. എന്താണ് ഈ റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ എമൗണ്ട് ഉണ്ടാവുമല്ലോ. ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് കിട്ടിയ എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജാണ് കമ്പനി എന്ത് കൊടുക്കേണ്ടത്? റിട്ടേൺ കൊടുക്കേണ്ടത്. ഇതല്ലേ കമ്പനിയുടെ കോസ്റ്റ് പറയുന്നത്. ഒരു ഇൻവെസ്റ്ററിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതിനല്ലേ. നമുക്ക് കിട്ടിയ എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്ററിന് റിട്ടേൺ ആണെങ്കിൽ കമ്പനിക്ക് എന്താ കാര്യം? കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ തന്നെ നിങ്ങൾ നോക്കി നോക്ക്. ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്താ കാണുന്നത്? ബിഫോർ ടാക്സ്, അതായത് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കി നോക്ക്. ഫസ്റ്റ് ന്യൂമറേറ്ററിൽ എന്തായിരുന്നു? ഇതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടത് ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കണം. പിന്നെ അല്ലെങ്കിൽ ഡിവൈഡ് ബൈ എന്തായിരുന്നു? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്തിൻ്റെ ബേസിസിലാണ് കാണുക? മാർക്കറ്റ് വാല്യൂ. ബുക്ക് വാല്യൂ കണ്ടിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാകും? സ്റ്റോക്ക് മാർക്കറ്റിൽ അനലൈസ് ചെയ്യാൻ ബുക്ക് വാല്യൂ കിട്ടിയിട്ട് കാര്യമുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് അത്. അപ്പോൾ ബുക്കുകൾ വെച്ചിട്ടല്ല. അപ്പോൾ നമ്മൾ റാഷ്യൂസ് പഠിക്കേണ്ടതൊക്കെ പഠിക്കണം. ഇതൊക്കെ എന്ത് വെച്ചിട്ടാണ് കാണുന്നത്? ബുക്കാണ്. ഫുള്ള് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ റിയൽ ലൈഫ് ട്രേഡിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എങ്ങനെ ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുക എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന വാല്യൂസ് ഫുള്ള് ഏത് വാല്യൂസ് ആകാരം?
മാർക്കറ്റ് വാല്യൂസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം, കൂപ്പൺ റേറ്റ് മാറൂലല്ലോ. കൂപ്പൺ റേറ്റ് നമ്മൾ പഠിച്ചാണ്, കൂപ്പൺ റേറ്റ് എന്ത് ചെയ്യില്ല, മാറൂല. അപ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ഫിക്സ്ഡ് ആകാരം, അത് മാറൂല. പക്ഷേ മാർക്കറ്റ് പ്രൈസ് ദിവസവും മാറും. അപ്പോൾ ഇന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇന്നത്തെ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. മൈനസ് എന്താ ഉള്ളത്, ഇഷ്യൂവൻസ് കോസ്റ്റ്. അപ്പോൾ എന്തിനാണ് ഡിനോമിനേറ്ററിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഇഷ്യൂവൻസ് കോസ്റ്റ് കുറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ ഒരു 1200 റുപ്യ, എത്രയാണ് 1200 റുപ്യ, അത് ഇഷ്യൂ ചെയ്യാൻ, ആ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ നമ്മളിന്ന് കയ്യിൽ നിന്ന് ഒരു 100 റുപ്യ പോയിക്കണം. ഇഷ്യൂവൻസ് കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സൊക്കെ വാങ്ങിക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ ഇതൊക്കെ കണക്റ്റ് ആവട്ടോ. അപ്പോൾ 100 റുപ്യ അങ്ങനെ പോയി. അപ്പോൾ ആസ് എ കമ്പനി എന്നുള്ള നിലയ്ക്ക് എൻ്റെ കയ്ക്ക് എത്ര കിട്ടിയിട്ടുള്ള ഇൻവെസ്റ്ററിൻ്റെ നിന്ന് 1200 എനിക്ക് കിട്ടി, പക്ഷേ അതിന് 100 ഇവരുടെ കോസ്റ്റായി പോയില്ലേ. അപ്പോൾ എത്ര എൻ്റെ കൈ കിട്ടിയിട്ടുള്ളൂ, 1100 കിട്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് കുറക്കണത്, ശരിക്കും നമ്മളെ കൈക്ക് കിട്ടിയത് എത്ര, അതിൻ്റെ പെർസെൻറ്റേജ് അല്ല നമ്മൾ നോക്കണ്ട്. 1200 കിട്ടി, അതിന് 100 പോയി. 1200 എടുത്ത് അതിന് ലോജിക്ക് ആവുമോ, എപ്പോഴേ ലോജിക്ക് ആവുള്ളൂ. എന്ത് കുറക്കണം, അതിനായിട്ടുള്ള കോസ്റ്റ് എന്ത് ചെയ്യണം, കുറക്കണം. അപ്പോൾ എൻ്റെ കൈക്ക് എത്ര കിട്ടി, 1100 കിട്ടി. അതിന് ഞാനൊരു 50 രൂപ എന്ത് കൊടുക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം മൊത്തം ഫുൾ പ്രസൻ്റ് ആയിട്ടുള്ള കണക്കല്ലേ, കറക്റ്റ് പ്രാക്ടിക്കൽ കണക്കല്ലേ. 50 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതിന് 1200 റുപ്യ എൻ്റെ കൈക്ക് കിട്ടി. അതിന് 100 റുപ്യ ഞാൻ എന്തായിട്ട് കൊടുത്തു, ഇഷ്യൂവൻസിൻ്റെ ബേസായി കൊടുത്തു. അപ്പോൾ 1100 റുപ്യ കൈക്ക് കിട്ടീന് ഞാൻ എത്രയാണ് കൊടുക്കുന്നത്, 50 രൂപയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ 50 ഡിവൈഡ് ബൈ 1100 4 പോയിൻറ്റ് സംതിങ് അല്ലേ, 4.54 അങ്ങനെ പോകുന്നുണ്ടാവും കേട്ടോ. അത്ര സംതിങ് പെർസെൻറ്റേജ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇൻട്രസ്റ്റ് എമൗണ്ട് എങ്ങനെ കാണുക, ഇൻട്രസ്റ്റ് എമൗണ്ട് മാറും, കൂപ്പൺ റേറ്റ് മാറുമല്ലോ. അതുകൊണ്ട് തന്നെ പാർ വാല്യൂ ഇൻ്റെ എന്തടിച്ചായി, ഇൻട്രസ്റ്റ് റേറ്റ് അടിച്ചാൽ മതി. അപ്പോൾ എന്താണ് കാണുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എന്താ കാണുന്നത്, ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണുന്നത്. ഇനി അതിനെ എന്തൊക്കെ മാറ്റേണ്ടി വരും, നമ്മൾ പഠിച്ചാലേ ആഫ്റ്റർ ടാക്സ് എന്ത് ചെയ്യേണ്ടി വരും, കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നേരത്തെ ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്ന ബിഫോർ ടാക്സ് ആണ് തന്നൂലേ. അപ്പോൾ ആ ബിഫോർ ടാക്സ് അല്ലെങ്കിൽ റിക്യൂർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എങ്ങനെ കാണുക എന്നാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്, ഈ ഒരു സംഭവത്തിൽ പഠിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. റിട്ടേൺ അല്ലേ, അല്ലെങ്കിൽ കോസ്റ്റ്. നമ്മളെ കമ്പനി എത്രയാണ് റിട്ടേൺ കൊടുക്കുന്നത്, ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇഷ്യൂർ അല്ലെങ്കിൽ നമ്മൾ ബോണ്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തോർക്ക് തിരിച്ചു കൊടുക്കേണ്ടത്, ഇൻട്രസ്റ്റ് തിരിച്ചു കൊടുക്കേണ്ടത്. അതിന് നമ്മളെ കൈക്ക് എത്ര കിട്ടിയെന്ന് നോക്കുക. 1200 കിട്ടി, അതിന് 100 ഇഷ്യൂവൻസ് കോസ്റ്റ് ആയിട്ട് പോയി. അപ്പോൾ കൈക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ, 1100. അതിന് ഞാൻ എത്ര ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, 50 ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഏകദേശം എത്ര പെർസെൻറ്റേജ്, 4.something% ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് കോസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ കോസ്റ്റ് കാണുക എന്നുള്ളത് മനസ്സിലായാലോ. നെയ്തെടുത്തോളിട്ടോ, താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചെയ്ത് നോക്കി. ആ പാർവേയിൽ ബോണ്ടിൻ്റെ പാർവേയിൽ എത്രയെന്ന് പറയണോ, എപ്പോഴും ബോണ്ടിൻ്റെ പാർവേയിൽ എത്ര തന്നെയാണ്, 1000. എന്തൊക്കെയാണ് പറയണത്, 6 അല്ലേ കൂപ്പൺ റേറ്റ് ഓഫ് ദ ബോണ്ട്, 6% പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, ഇക്വേഷൻ എന്താ, ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂവൻസ് കോസ്റ്റ് അല്ലേ. ഇൻട്രസ്റ്റ് എന്തായാലും പാർ വാല്യൂമല്ലേ വരിക. അപ്പോൾ 1000-ൻ്റെ എത്ര പെർസെൻറ്റേജ്, 6%, എത്ര 60 അല്ലേ. ഓക്കെ, ഇനി 1050 അല്ലേ മാർക്കറ്റ് പ്രൈസ് പറയണത്, 1050 മൈനസ് 2% ഫേസ് വാല്യൂ പറഞ്ഞാൽ ഏതാടാ, പാർ വാല്യൂ അല്ലേ. അതായത് 1000 റുപ്യ, 1000 റുപ്യയുടെ എത്ര പെർസെൻറ്റേജ്, 2% പറഞ്ഞാൽ എത്രയാണ്, 20 റുപ്യ അല്ലേ. അപ്പോൾ എത്ര വരിക, 5.82. അപ്പോൾ ബിഫോർ ടാക്സ് എത്രയാണ്, 5.82. ഇനി അതിന് എന്താക്കി മാറ്റണം, ആഫ്റ്റർ ടാക്സ്. അപ്പോൾ 5.82 മൈനസ് 35% ഈക്വൽ ടു 3.79. $5.82 മൈനസ് ടാക്സ് ഓർക്കുക. നമുക്കിപ്പോൾ കിട്ടണ ഏതാണ്, ബിഫോർ ടാക്സ് കോസ്റ്റാണ്. ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതാ കിട്ടുക, ബിഫോർ ടാക്സ് കിട്ടുക. അതിനെ ഏതൊക്കെ മാറ്റണം, ആഫ്റ്റർ ടാക്സ് മാറ്റണം. ആ 6. എടാ അപ്പം ഇതൊന്ന് നോക്കിയ നിങ്ങൾ ഇഷ്യൂവൻസ് കോസ്റ്റ് ഇത് കൂപ്പൺ എടാ എന്താ ഇഷ്യൂവൻസ് കോസ്റ്റ് ഇല്ല വിചാരിച്ചോ. എടാ എന്തില്ല,
ഇഷ്യൂൻസ് കോസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ ഇത് പാർ വാല്യൂല് വെക്കണ വിചാരിച്ചോ. എന്തിനാ വെക്കണേ? പാർ വാല്യൂല് വെക്കണേ. ഇഷ്യൂൻസ് കോസ്റ്റും ഇല്ല. ഒരു പോയിന്റ് ആക്കിയിട്ട് എഴുതിക്കണം. ഇഫ് ദ ബോണ്ട് സെൽസ് അറ്റ് പാർ വാല്യൂ. എന്തിനാ വിറ്റത്? പാറില്ല. 1000 തന്നെ വിറ്റത്. എന്തുണ്ടായിട്ടുമില്ല. ശ്രദ്ധിച്ചാട്ടോ, പാർ വാല്യൂലെ വിറ്റുകള് അതിന് എന്തുണ്ടായിട്ടുമില്ല, ഇഷ്യൂൻസ് കോസ്റ്റും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതേ ക്വസ്റ്റിന് സെയിം സിനാരിയോ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 60 വരിക, 60 വരിക, ഡിവൈഡ് ബൈ എത്ര വരിക? 1000 തന്നെയല്ലേ. കാരണം പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് ഏതാണ്? 1000 തന്നെയല്ലേ. പാർ വാല്യൂലെ വിറ്റിങ്ങന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര നമ്മളെ ആൻസർ വരിക. 60 ഡിവൈഡ് ബൈ 1000 വരിക. ഇറ്റ് മീൻസ് എന്താണ്? നമ്മളെ കൂപ്പർ റേറ്റ് എത്ര തന്നെയാടാ? 6% അല്ലേ. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് സെയിം ആവുക? ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇക്വേഷൻ ചെയ്യേണ്ട ആവശ്യം കൂടിയില്ല. എന്താ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർ വാല്യൂല് തന്നെ വിൽക്കുക. എന്തില്ലേനും? ഇഷ്യൂൻസ് കോസ്റ്റ് ഇല്ലേനും. അപ്പോൾ എന്താണ് നമ്മൾ ഇക്വേഷൻ എന്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ? ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ കറണ്ട് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂൻസ് കോസ്റ്റ് അല്ലേ. അപ്പോൾ ഇഷ്യൂൻസ് കോസ്റ്റ് ഇല്ല. പിന്നെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞാൽ ഏതാണ്? പാർ വാല്യൂ ആണ്. അപ്പോൾ പാർ വാല്യൂ കൊണ്ട് ഇൻറ്റു ചെയ്ത് 60 ഇടുക. എന്നിട്ട് എന്തുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക? പാർ വാല്യൂ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. എന്തെങ്കിലും കാര്യം ഉണ്ടാവുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്യണത്? പാർ വാല്യൂ ഇൻറ്റു 6% അല്ലേ. എന്നിട്ട് ഡിവൈഡ് ചെയ്യണത് എന്താണ്? ആ 6% ഡിവൈഡ് ബൈ പിന്നെ തന്നെ ചെയ്യണത് ഈ പാർ വാല്യൂ തന്നെ. അങ്ങോട്ട് ഇൻറ്റു ചെയ്ത സാധനം തന്നെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ആൻസർ തന്നെ കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതാണ് എടുത്തായി? 6% അങ്ങോട്ട് എന്ത് ചെയ്തായി? എടുത്തായി ടാക്സ് കൊടുക്കണം. അതല്ല, ബിഫോർ ടാക്സ് കാണുമ്പോൾ എന്ത് ചെയ്യണ്ട? കാൽക്കുലേഷൻ ചെയ്യണ്ട. ഫസ്റ്റത്തെ ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യണ്ട? കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അതൊന്നും ചെയ്താണ്. ഇതാ സംഭവമാണ് കേട്ടോ പറഞ്ഞ സാധനം. ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ചെയ്തോളി. ടാക്സ് റേറ്റ് വ്യത്യാസം വരുത്തിക്കണം. അപ്പോൾ 35% അല്ലെന്നു കുഴപ്പമില്ല. സെയിം കോൺസെപ്റ്റ്. ആഫ്റ്റർ ടാക്സ് എന്തായാലും ആക്കണം. ഏത് കാണുമ്പോഴത്തെ സിനാരിയോ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി 60 ഡിവൈഡ് ബൈ 1000 വരിക. എത്ര തന്നെ? 6% തന്നെയല്ലേ വരിക. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇൻട്രസ്റ്റ് റേറ്റും അല്ലെങ്കിൽ കൂപ്പർ റേറ്റും നമ്മളുടെ കിട്ടുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ കാരണം? ഈക്വൽ ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് മാത്രം ചെയ്തായി? 6% മൈനസ് 40% ആക്കിയിട്ട് എന്ത് മാത്രം ആക്കി? ആഫ്റ്റർ ടാക്സ് മാത്രം ചെയ്തായി ആക്കിയാൽ മതി. 6 മൈനസ് 40% എത്രടാ? 8.6. അതായത് എടാ എല്ലാവരും ശ്രദ്ധിക്കുക, ആ വലിയ പോയിന്റ്സ് ഒന്നും ഇല്ല കേട്ടോ. പ്രയോറിറ്റി യൂസിങ് ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. എടാ അപ്പം ഇപ്പം നമ്മൾ ഇക്വേഷൻ ചെയ്തിട്ട് കണ്ടുപിടിച്ചില്ലേ? എടാ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഇക്വേഷൻ ചെയ്ത് കണ്ടുപിടിച്ചില്ലേ? ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിച്ചില്ലേ? ആ ഡെപ്റ്റിന് പകരം വേറെയും പല കാര്യങ്ങളും അതേ സാധനമായിട്ട് പറയാം. ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് തരാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ 4 ഉണ്ട്. ക്വസ്റ്റ്യനിൽ എന്ത് തരികയാണ്? ഈ 4 തരികയാണ്. ഡയറക്റ്റ് ഫസ്റ്റത്തെ എന്താണ്? ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നാണ് തരികയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമുക്ക് തന്നു. ക്വസ്റ്റ്യനിൽ എന്ത്? ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് തന്നു. അതുപോലെ ഏത് തന്നു? ഈൽഡ് ടു മെച്യൂരിറ്റി പറഞ്ഞു, അല്ലെങ്കിൽ കറണ്ട് ഈൽഡ് പറഞ്ഞു, അല്ലെങ്കിൽ ആ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് കാണാനുള്ളത്? നമ്മളെ ഇക്വേഷനിലുള്ളത് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂൻസ് കോസ്റ്റ് പറഞ്ഞ ഇക്വേഷനിലുള്ള വേയും തന്നു. അപ്പോൾ ഇത് 4 ക്വസ്റ്റ്യനുണ്ട് വിചാരിച്ചോ. ക്വസ്റ്റ്യനിൽ എന്ത് തന്നിക്കാണ്? ഈ 4 എലമെൻറ്റും തന്നിക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതാണ് ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള. ഫോർ എക്സാമ്പിൾ ഇതൊരു 8%, ഇത് 7%, ഇതൊരു 6%, ഇതൊരു 3%, ഇങ്ങനെ തന്നിക്കാണ്. അങ്ങനെ തന്നിക്കുകയാണെങ്കിൽ ഏതാണ് നമ്മൾ എന്താക്കി എടുക്കേണ്ടത്? ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്തുക, റാങ്ക് ചെയ്തുക. അപ്പോൾ ഈ 4 ഉണ്ടെങ്കിൽ 4 ഉണ്ടല്ലോ, ഈ 4 ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഏതാണ് എടുക്കേണ്ടത്? ഇതാണ് ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 3 ഒക്കെ തരാം. പക്ഷെ നമ്മൾ ഏതാ എടുക്കേണ്ടത് എന്നുള്ള എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം, റാങ്ക് ചെയ്യുക. ശ്രദ്ധിക്കണം കേട്ടോ. ഈ സാധനത്തിന് പകരം ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിന് പകരം വേറെയും തരാം. ഈൽഡ് ടു മെച്യൂരിറ്റി പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് തന്നെയാണ്. കറണ്ട് ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എന്നെ കിട്ടുക. അപ്പോൾ ഈ 2 സാധനങ്ങൾ, ഇപ്പോൾ ഈ 4 സാധനങ്ങളുണ്ടല്ലോ, ഈ 4 സാധനം എവിടെ തരാം? ക്വസ്റ്റ്യനിൽ തരാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പ്രയോറിറ്റി, ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരാൻ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് തന്നിക്കണ്, പിന്നെ എന്ത് തന്നിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഈൽഡും തന്നിക്കണ്.
ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെടുക്കേണ്ടത്? ബിഫോർ ടാക്സ്. ഇതിനാണ് എന്തുള്ളത്? റാങ്കിങ് ഫസ്റ്റ് ഉള്ളത്. ഇനി വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, ഇഷ്യൂവൻസ് കോസ്റ്റ് തന്നിട്ടുണ്ട്, പിന്നെ ഈൽഡ് ടു മെച്യൂരിറ്റി തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യാണ്ട് ഈൽഡ് ടു മെച്യൂരിറ്റി എടുക്കാണ്ട് റാങ്കിങ് ഒന്ന് നോക്കി നോക്ക്. ഏതിന് ഫസ്റ്റ് പ്രയോറിറ്റി? ബിഫോർ ടാക്സ് ഇല്ലല്ലോ ഇതിൽ. പിന്നെ ഇപ്പോൾ ഏതാ? ഈൽഡ് ടു മെച്യൂരിറ്റി സെക്കൻഡിൽ നിൽക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ ഏതെടുക്കേണ്ടത്? ഈൽഡ് ടു മെച്യൂരിറ്റി എടുക്കേണ്ടത്. ഓക്കെ, അത് പേടിച്ചാണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം എടുക്കേണ്ടത് 5 ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത് നമ്മൾ. ഈ ഒരു സാധനത്തിൽ എന്ത് ചെയ്യും? 5 ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പടി, ഏതാണ് ആദ്യം എടുക്കേണ്ടതെന്ന് പടി. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ആദ്യം ഏറ്റവും ഇപ്പോൾ 4 തന്നിക്ക് വിചാരിച്ചോ. 4 തന്നിക്കുകയാണെങ്കിൽ ഏതെടുക്കേണ്ടത്? ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എടുക്കേണ്ടത്. ഇനി ഇതില്ല, ബാക്കി 3 ഉണ്ട്. അപ്പോൾ ഏതെടുക്കേണ്ടത്? ഈൽഡ് ടു മെച്യൂരിറ്റി. ഇനി ഈൽഡ് ടു മെച്യൂരിറ്റി ഇല്ല, അങ്ങനെയാണെങ്കിൽ ഏതെടുക്കേണ്ടത്? ഇത് രണ്ടും ഉണ്ടെങ്കിൽ കറണ്ട് ഈൽഡും തന്നിട്ടില്ലെങ്കിൽ പിന്നെ ഏത്? ആ ഒരു സിറ്റുവേഷൻ തന്നെ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് പ്രയോറിറ്റിയാണ്. ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, പോവുക. ഡമ്മിയാണ് വിചാരിച്ച് വിട്ടുക. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റൈസേഷൻ കേട്ടോ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എന്നാൽ താഴത്തെ ക്വസ്റ്റ്യൻസ് ആണ് എഴുതിക്കാൻ നിങ്ങൾ. സാധന ഇതാ, അത് ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണാനേ നമുക്ക് പെർസെൻറ്റേജ് പോലും തരുന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യണം. അപ്പോൾ ഈ 4 സാധനങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ നമ്മൾ ബിഫോർ ടാക്സ് കോസ്റ്റ് ആയി ഡെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇപ്പോൾ 4 തന്നില്ലേ, അതിൽ ഏതാ ആദ്യം എടുക്കേണ്ടത്? ബിഫോർ ടാക്സ്. അത് തന്നിക്കണമെങ്കിൽ അത് എടുത്താൽ 8% അപ്പോൾ 8% ഉറപ്പിച്ച് 8%. ഇനി ഈൽഡ് ടു മെച്യൂരിറ്റി തന്നിക്കണം, പക്ഷെ മുകളിൽ തന്നിട്ടില്ല. ബാക്കി ഇത് തന്നിട്ടില്ല, ബാക്കി 3 തന്നിക്കണം. അപ്പോൾ ഏതിനാ പറയാം? ഫസ്റ്റ് ഈൽഡ് ടു മെച്യൂരിറ്റിയാണ്. അപ്പോൾ ഈൽഡ് ടു മെച്യൂരിറ്റി എടുക്കുക. ഇനി ഇതും തന്നിട്ടില്ല, ഇത് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെടുക്കുക, ഇതെടുക്കുക. സംഭവം ഓർഡർ തന്നെ പഠിച്ചത് എടുക്കണമെങ്കിൽ അത് എങ്ങനെ എടുക്കുക എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവും. ഓർഡർ മനസ്സിലായാലോ. തന്നീന് ഫസ്റ്റ്. ഇപ്പോൾ ഇത് 2 മാത്രമാണെങ്കിലും ഇത് 8%, ഇത് 9% തന്നിക്കുകയാണെങ്കിൽ ഏതെടുക്കേണ്ടത്? ഇതിനല്ലേ ഫസ്റ്റ് റാങ്ക്. അത്രേ ഉള്ളൂ. ഓർഡറിൽ എടുക്കണം. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാ. എടാ ഈ ക്വസ്റ്റ്യൻ ചെയ്താണ് അപ്പോൾ മനസ്സിലാവും. ഈ 5 ക്വസ്റ്റ്യൻ ചെയ്തോ, അതിൽ ആ എല്ലാ കേസും പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ 2 3 തരുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റാങ്കിങ് അറിയാലോ. റാങ്കിങ് ഫസ്റ്റ് ഏതാ അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബിഫോർ ടാക്സ്. ഓക്കേടാ, അത് കോസ്റ്റ് ഓഫ് പ്രിഫർ സ്റ്റോക്ക് അല്ലേ. നമ്മളുടെ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ D/6 എന്നുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ നമുക്ക്? P0 ആണുള്ള ഇക്വേഷൻ. അത് തലരിച്ചിട്ടില്ലേ? അത് ഏതിനുള്ളതാണെന്ന് പറഞ്ഞ് എക്സിസ്റ്റിങ്ങിനുള്ളതാണല്ലേ. ഓൾറെഡി ഉള്ള പ്രിഫർ സ്റ്റോക്കിനുള്ള പരിപാടിയാണ് അത്. ഇനി ഓൾറെഡി ഉള്ളതല്ല, നമ്മൾ പുതിയതൊന്നും ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. നമ്മളെ കമ്പനി പുതിയ പ്രിഫർ സ്റ്റോക്ക് ഇഷ്യൂ ആണെങ്കിൽ എങ്ങനെ കയറാന്ന് വരിക? സെയിം ഇക്വേഷൻ തന്നെ, പക്ഷെ എന്തുണ്ടാവും? ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. ഇഷ്യൂറൻസ് കോസ്റ്റ് എന്ത് ചെയ്യും? ഉണ്ടാവും. എത്ര ഉള്ളൂ കേട്ടോ. എന്നാൽ ഈ 3 ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്താണ് ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണോ? എടാ പാർവേല് 100 5% കൊടുക്കുന്നുണ്ട്. അപ്പം എത്ര ഡിവിഡൻഡ് കൊടുക്കണത്? 5 ഡിവിഡൻഡ് കൊടുക്കണത്. 100ന്റെ 5% അങ്ങനെയല്ലേ റെപ്രസെൻറ്റ് ചെയ്യുക? ഡിവൈഡ് ബൈ P0 അല്ലേ, മാർക്കറ്റ് പ്രൈസ് അല്ലേ ചെയ്യേണ്ടത്? മാർക്കറ്റ് പ്രൈസ് എത്ര? 125. ഇത്ര ഉള്ളിൽ ചെയ്യേണ്ടത്. കാര്യമായിട്ടൊന്നുമില്ലല്ലോ. എത്ര പെർസെൻറ്റേജ്? എത്ര? 4 അറിഞ്ഞല്ലേ? 4 അന്നിത് ടാക്സ് കുറക്കണോ? ആട്ടോ ചോദിച്ചാള്. എടാ ഇതിൻ്റെ ടാക്സ് കുറക്കണോ? ഇത് ഡിവിഡൻഡ് അല്ലേ? അപ്പം അങ്ങനെയാണ് തെറ്റ് കേട്ടോ. ഇതിന് ടാക്സ് എന്ത് ചെയ്യണ്ട? കുറക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെന്താണ്? ഡിവിഡൻഡ് അല്ലേ? അപ്പം ഇനി അങ്ങോട്ട് ടാക്സ് കുറക്കണ പരിപാടിയില്ല കേട്ടോ. രണ്ടാമത്തേൽ 8%. ഇത് എത്ര? ഇത് 16 അല്ലേ? 16 ഡിവൈഡ് ബൈ പ്രീമിയം ഉണ്ടല്ലേ 50. അപ്പോൾ 250. 250ന്റെ 5 പിന്നെ എന്താണ്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഓഫ് ഫേസ് വാല്യൂ ആണ് 200ന്റെ. അപ്പോൾ 250 മൈനസ് എത്രയാണ്? 200ന്റെ 5% എത്ര വരിക? 10 റുപ്യ അല്ലേ? 10. 10. ബോണ്ടിനാണ് 1000 രൂപ പാർവേലും ഉള്ളത്. ഇവിടെ പാർവേല് എത്രയെന്ന് ഒരു തരണം. 200 റുപ്യ പാർവേലും തന്നിക്കണ്. അതിൻ്റെ പ്രീമിയം 50 അപ്പോൾ 250 വിറ്റിക്കണത്. കാറിൻ്റെ മുകളിലല്ലേ നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുക. പിന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എങ്ങനെ വരുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഇഷ്യൂറൻസ് കോസ്റ്റ് എങ്ങനെ വരുന്നത്? ഫേസ് വാല്യൂവിൻ്റെ 200ന്റെ വരുന്നത്. 200ന്റെ 5% ഈക്വൽ ടു 10. 6.6 ഡിവിഡൻഡ് ആട്ടോ താഴെ 3ാമത്തെ ക്വസ്റ്റ്യനിൽ.
അതല്ല അതല്ല അല്ല ഞാൻ ആ ക്വസ്റ്റ്യനിൽ വേറൊരു സാധനം തന്നിക്കണ് അത് തെറ്റിച്ചാൻ വേണ്ടി അത് 4/7 പഠിച്ചാ 4 ഏതല്ല എൻ്റെ ഒരു എടാ അങ്ങനെ തന്നെ ചോദിക്കുക ശരിക്കും വാണിച്ചിട്ടിട്ടാണ് ആഫ്റ്റർ ടാക്സ്. എടാ ആഫ്റ്റർ ടാക്സ് തന്നെയാണ് അതിന്റെ കോസ്റ്റ് ഓൾറെഡി ആഫ്റ്റർ ടാക്സ് ആണ്. ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റി, സാധനം തെറ്റി. കാരണം ആഫ്റ്റർ ടാക്സ് തന്നെയാണ്. എടാ ടാക്സ് കൊടുത്ത ഇൻകത്തുനിന്നാണ് ഞങ്ങള് ഡിവിഡൻഡ് കൊടുക്കുന്നത്. എടാ ശ്രദ്ധിക്കണം കേട്ടോ, ടാക്സ് കൊടുത്ത ഇൻകത്തുനിന്നാണ് നിങ്ങൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഡിവിഡൻഡ് എന്താണ്? ഡിവിഡൻഡ് ആഫ്റ്റർ ടാക്സ് ആണ്. അപ്പൊ പിന്നെ ഓക്കെടാ എല്ലാം ശ്രദ്ധിച്ചാണിന്നാ. എടാ ശ്രദ്ധിക്കട്ടോ. ഇപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ബോണ്ട് പഠിച്ചുല്ലേ? ബോണ്ട് പഠിച്ചു. പിന്നെ ഏത് പഠിച്ചു? പ്രിഫറൻസ് സ്റ്റോക്ക്. പ്രിഫറൻസ് സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഗ്രോത്ത് മോഡൽ അല്ലേ കരം. പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലേ. ജസ്റ്റ് D/P0 അല്ലേ? അത് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ, ഓൾറെഡി ഉള്ള പ്രിഫറൻസ് സ്റ്റോക്കിനാണെങ്കിൽ അത് ചെയ്താൽ മതില്ലേ. ഇനി പുതിയൊരു ഇഷ്യൂ ആണ് വിചാരിച്ചോ, അപ്പം എന്ത് കയറി വരും നമുക്കറിയാലോ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഇഷ്യൂൻസ് കോസ്റ്റ് വരും. അപ്പോൾ P0 എന്ത് കുറക്കേണ്ടി വരും? മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഇഷ്യൂൻസ് കോസ്റ്റ് കുറക്കേണ്ടി വരും. അപ്പോൾ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നോർമലി, ഇതാണെങ്കിൽ ന്യൂ ഇഷ്യൂ ആണെങ്കിൽ എന്ത് വരും? ഇഷ്യൂ ചെയ്യാനുള്ള കോസ്റ്റും വരും. അത് പഠിച്ചു. പിന്നെ അതിന് ശേഷം ഇനി പറയാൻ പോകുന്നത് ഇനി 2 എണ്ണല്ലടാ. ഇനി കോമൺ ഇക്വിറ്റി ഉണ്ട്. കോമൺ ഇക്വിറ്റിയിൽ 2 എണ്ണല്ലേ. കോമൺ ഇക്വിറ്റിയിൽ കോമൺ സ്റ്റോക്കും ഉണ്ട്, പിന്നെ ഇതുണ്ട് റീറ്റെയിൻഡ് ഏണിങ്സും ഉണ്ട്. റീറ്റെയിൻ ഏണിങ്സിന് എന്തുകൊണ്ടാണ് കോസ്റ്റ് ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞില്ലേ. കാരണം റീറ്റെയിൻ ഏണിങ്സ് കമ്പനിയുടെ എമൗണ്ട് ആണോ? ആരിൽ നിന്ന് കടം വാങ്ങുകയാണ്? ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് എന്ത് ചെയ്യാണ്? കടം വാങ്ങുകയാണ്. അപ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ആ കടം വാങ്ങിക്കഴിഞ്ഞാൽ ഓൾക്ക് തിരിച്ച് എന്ത് കൊടുക്കണം? റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോൾ ഓലെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ പോകണില്ലേ. ഓക്കെ, അങ്ങനെ കമ്പനി എക്സ്പാൻഷന് ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് റിട്ടേൺ കൊടുക്കണം? നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക? റിട്ടേൺ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. എന്തുകൊണ്ടാണ് റിട്ടേൺ ഏണിങ്സിന് കോസ്റ്റ് കാണുന്നത് മനസ്സിലായി ഞങ്ങൾക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ വേറെ, കമ്പനി എന്ത് വേറെ. അപ്പോൾ ഓൾക്ക് കിട്ടിയ പ്രോഫിറ്റ് ആര് യൂസ് ചെയ്യാണ്? കമ്പനി എന്ത് ചെയ്യാണ്? യൂസ് ചെയ്യാണ്. അപ്പോൾ കമ്പനി അതെന്താണ്? കടം വാങ്ങുന്ന പോലെയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? കോമൺ ഇക്വിറ്റിയിൽ കോമൺ ഇക്വിറ്റി കൺസിഡർ ഇൻറ്റേർണൽ ഇക്വിറ്റി. ഏതാ ഇൻറ്റേർണൽ ഇക്വിറ്റി? റിട്ടേൺ ഏണിങ്സ്. എക്സ്റ്റേണൽ ഇക്വിറ്റി ഏതാണ്? കോമൺ സ്റ്റോക്ക്. അതിൽ നമ്മൾ ഇൻറ്റേർണൽ ഇക്വിറ്റി റിട്ടേൺ ഏണിങ്സും ഇനി അഡീഷണൽ കോമൺ ഷെയർ ഇഷ്യൂ ആണെന്ന് എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? കോസ്റ്റ് ഓഫ് റീറ്റേൺ ഏണിങ്സ്. ഫസ്റ്റ് ഏത് നോക്കുന്നത്? ഇൻറ്റേർണലിലെ റിട്ടേൺ ഏണിങ്സ്. ഓക്കെ, റിട്ടേൺ ഏണിങ്സിന് ഏകദേശം നമുക്ക് 4 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ് കേട്ടോ. നോ ഗ്രോത്തിൻ്റെ നമ്മൾ P0 ആണ് ചെയ്യുന്നില്ലേ. P0 മാർക്കറ്റ് പ്രൈസ് ആണ് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത്? D/R എന്നല്ലേ. അത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ D/P0 അടിച്ച് കഴിഞ്ഞാൽ ഏത് കിട്ടും? 6 കിട്ടും. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങോട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പുതിയൊരു ഇക്വേഷൻ പഠിക്കുന്നതല്ല, എന്തിനാണ് പഴയ ഇക്വേഷൻ എന്ത് ചെയ്തിരിക്കുകയാണ്, അതിനൊരു സാധനം എന്ത് ചെയ്യാണ്? കാണാൻ തിരിച്ചിട്ടുക എന്നുള്ളൂ. ഇനി കോൺസ്റ്റന്റ് ഗ്രോത്ത് നമ്മൾ പഠിച്ചാലേ. ഗ്രോത്ത് ഉണ്ടെങ്കിൽ എങ്ങനെ കരം? R-G ആക്കറല്ലേ. ഇപ്പോൾ ഇവിടെ അവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? പ്ലസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി CAPM കാണാൻ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്താണ്? പഠിച്ചതാണല്ലേ. CAPM വെച്ചിട്ട് എങ്ങനെയാണ്? RF + β × RM - RF. എന്നാൽ ആ CAPM റിസ്ക് പ്രീമിയം ഏതാണ്? റിസ്ക് പ്രീമിയം, മാർക്കറ്റ് റിസ്ക് പ്രീമിയം പഠിച്ചില്ലേ നമ്മൾ. അതിന് ആ ഇക്വേഷൻ തന്നെ 2 ടേംസ് പഠിച്ചില്ലേ. റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഏതാണ്? റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ, ചെറിയ പേരിന് വലിയ ഇക്വേഷനും വലിയ പേരിന് ചെറിയ ഇക്വേഷനും നല്ല പഠിച്ചത്. അപ്പോൾ റിസ്ക് പ്രീമിയം ചെറുതല്ലേ. അപ്പോൾ അത് ഏതാ കാരം? β × RM - RF. മാർക്കറ്റ് റിസ്ക് പ്രീമിയം അപ്പോൾ എന്താ കാരം? RM - RF. ഓക്കെ, RM എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റ് റിസ്ക് അല്ലേ. RF പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റ് അല്ലേ. ഓക്കെ, ബീറ്റ പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ ബീറ്റ കോഫിഷ്യൻ്റ് പറയാം അല്ലേ. ഓക്കെ, ഈ 3 ടേംസ് അല്ലേ ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി വേറൊരു റയർ ഇക്വേഷനാണ്, വളരെ റയറായിട്ട് യൂസ് ചെയ്യുള്ളൂ. വൈലിനേറ്റ് ഒറ്റ ക്വസ്റ്റിനെ എന്ത് ചെയ്യണം? ഹോക്കിലും ക്ലൈമിലൊന്നുമില്ല. എങ്ങനെയും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് പ്രീമിയത്തിൻ്റെ പേര് കൂട്ടുക, ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കൂട്ടുക. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, റീറ്റേൺ ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റിൻ്റെ ഒക്കെ റിസ്ക് കൂടിയാലേ. ഓക്കെ, അപ്പോൾ ഡെപ്റ്റിൻ്റെ റിസ്ക് ഓൾറെഡി അതിൽ ഇൻവോൾവ്ഡ് ആണല്ലേ. നിങ്ങൾക്ക് അറിയാലോ, റീറ്റേൺ ഏണിങ്സിനാണോ ഡെപ്റ്റിനാണോ കൂടുതൽ റിസ്ക് ഉണ്ടാവുക? ഇക്വിറ്റിയിൽ വരുന്നതല്ലേ റിട്ടേൺ ഏണിങ്സ്. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ ഏണിങ്സിനാണ് എന്തുണ്ടാവുക? റിസ്ക് കൂടുതൽ. റിട്ടേൺ അപ്പോൾ ഓൽക്കല്ലേ കൂടുതൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഡെപ്റ്റിൻ്റെ ഒപ്പം പിന്നെ എന്തും കൂടിയും കൂട്ടുക, ആ ഒരു റിസ്ക് പ്രീമിയം ഉണ്ടല്ലോ അതും കൂടി എന്ത് ചെയ്യുക? കൂട്ടുക. വളരെ റയറായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഈവൻ ദോ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ജസ്റ്റ് മെമ്മറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? വെക്കുക. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് മെമ്മറൈസ് ചെയ്തിട്ട് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ നമ്മൾ ഹോക്ക് ക്ലൈം അല്ലെങ്കിൽ CMA USA സിലബസിൽ മെയിൻലി കൺസിഡർ ചെയ്യുന്ന ഏതാണ്? ഈ 3 മെത്തേഡ്സ് ആണ്. ഫസ്റ്റിലെ 3 മെത്തേഡ്. ആ 3 മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല,
പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരട്ടെ നിങ്ങൾക്ക്, നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താണ്. ചെയ്തോളി. എടാ എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് വണ് ഇപ്പോൾ 3 കഴിഞ്ഞില്ലേ, ഇനി 4ാമത്തെ ശ്രദ്ധിക്കുക. കോസ്റ്റ് ഓഫ് കോമൺ ഷെയറില്ലേ, എന്താ പറയാൻ പോകുന്നത്, കോസ്റ്റ് ഓഫ് കോമൺ ഷെയർ. 3 മെത്തേഡില്ലേ, അവിടെ 4 റീറ്റേണേഴ്സ് 4 ഉണ്ടായതില്ലേ, ഇവിടെ 3 ഉള്ളൂ, സെയിം സാധനം തന്നെ. പക്ഷെ ഇവിടെ അധികം ആരാ ഉണ്ടാവുക ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒരു എഫ് ഉണ്ടാവും. എഫ് എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ, ഇഷ്യൂൻസ് കോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. റീറ്റേണേഴ്സിന് ഇഷ്യൂൻസ് കോസ്റ്റ് ഉണ്ടാവുമോ നമ്മൾ പറഞ്ഞാൽ? റിട്ടേൺസ് നമ്മളെ കയ്യിലുള്ള എമൗണ്ട് ആണ്, അതിന് പ്രത്യേകിച്ച് പ്രോഫിറ്റ് അല്ലേ, അതിന് പ്രത്യേകിച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മളെ കയ്യിൽ നിന്ന് കോസ്റ്റൊന്നും ചിലവാൻ പോകുന്നില്ല. പക്ഷെ ഒരു കോമൺ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിനൊക്കെ എന്ത് എടുക്കേണ്ടി വരും, അവരുടെ അണ്ടർ റൈറ്റിംഗ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഫീസ് കൊടുക്കേണ്ടി വരും, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിന് ഫീസ് കൊടുക്കേണ്ടി വരും. ഇത് നമ്മളിപ്പോൾ ഏതിലൊക്കെ പഠിച്ചാണ്, ബോണ്ടിൽ പഠിച്ചാണ്, ബോണ്ടിലും ഉണ്ട്, പ്രിഫർ സ്റ്റോക്കിലും ഉണ്ട്, ഇത് ഏതിലും ഉണ്ട്, കോമൺ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ലാത്ത ഏതാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ നാളത്തിൽ ഏതിലാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇല്ലാത്തത്? റീറ്റേൺ ഏണിങ്സ് ആണല്ലേ. റിട്ടേൺ ഏണിങ്സ് നമ്മൾ ഇഷ്യൂൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കയ്യിലുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ആകെ തെറ്റിപ്പോകുന്ന സാധനം തന്നെയാണ് കേട്ടോ. നമ്മൾ എന്തെടുക്കാൻ മറക്കുക, അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എടുക്കാൻ മറക്കുക. നോർമലി കാണുന്ന ഫ്ലോട്ടേഷൻ കോസ്റ്റ് കോമൺ സ്റ്റോക്കിൽ എടുക്കാൻ മറക്കലല്ല, റിട്ടേൺ ഏണിങ്സ് എന്ത് കുറക്കും, ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറക്കും. അതാണ് നോർമലി എന്ത് ചെയ്യൽ കാണുന്ന ഒരു സംഭവം. നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് പോകണം. കോമൺ സ്റ്റോക്കിൻ്റെ പോലെ തന്നെ ഇക്വേഷൻ, പക്ഷെ അതിൽ എന്ത് കുറക്കേണ്ട ആവശ്യമില്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. റിട്ടേൺ ഏണിങ്സ് എന്താണ്, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ആണ്. ഇനി പ്രത്യേകിച്ച് എന്തില്ല, എക്സ്പെൻസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ഒന്നും പഠിച്ചേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ ഒരു സംഭവം എന്ത് ചെയ്തായി മനസ്സിലായാൽ മതി. അപ്പോൾ ഇക്വേഷൻ ഒക്കെ സെയിം അല്ലേ, d/P0 മൈനസ് എന്തുണ്ടാവും, എഫ് ഉണ്ടാവും. ഇവിടെയും തന്നെ d1/P0 മൈനസ് എഫ് ഉണ്ടാവും പ്ലസ് ജി. പിന്നെ CFPM വെച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലേ നോർമൽ ഇക്വേഷൻ അല്ലേ. ഓക്കെ, അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് വിളിക്കും, പിന്നെ എന്തും വിളിക്കും, ഇഷ്യൂൻസ് കോസ്റ്റ് ഒന്നും വിളിക്കും. അത് ന്യൂ ഇഷ്യൂ ആണെങ്കിൽ കേട്ടോ, ചിലപ്പോൾ കോമൺ സ്റ്റോക്കിന് എന്തുണ്ടാവില്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവില്ല. എക്സിസ്റ്റിംഗ് ഇഷ്യൂ ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, എന്നാൽ ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. അത് ഇതാണ് ആൻസർ പറഞ്ഞാണ്. ഫസ്റ്റ് തീൻ്റെ ആൻസർ തരാം. എടാ ഫസ്റ്റ് തീൻ്റെ തെറ്റ് ഒന്നാമത്തെ ക്വസ്റ്റിന് 5/42 മൈനസ് 3 അല്ലേ, ഇത്രയാണ് 12 കേട്ടോ. ഇതിൻ്റെ കോമൺ സ്റ്റോക്കിൻ്റെ ഇതാണ് കിട്ടുന്നത് 16.25 12% ആണോ? ഇതിൻ്റെ ആണ് കേട്ടോ. എടാ കോമൺ സ്റ്റോക്കിൻ്റെ ആണേ തന്നെ കിട്ടിയത്. നോക്കി നോക്ക് 16.25 അല്ലേ. പിന്നെ മൂന്നാമത്തെ ആൻസർ എത്ര, 12% അല്ലേ. ഓക്കെ, ഇനി റീറ്റേൺ ഏണിങ്സിൻ്റെ 15.63 11.68 അല്ലേ. ആയിട്ട് ബാക്ക് കാണാൻ പെർസെൻറ്റേജ് ആര് തരും, ഓല് തരുന്ന കേസ് പഠിച്ചു. അത് സിമ്പിൾ കേസ്, അതിൻ്റെ ക്വസ്റ്റ്യനും ചെയ്തില്ല. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഹോംവർക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, അപ്പോൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കണ്ടില്ലേ. പെർസെൻറ്റേജ് ഒക്കെ ഓല് തരിക, 6 ഒക്കെ ആര് തരിക, ഓല് ക്വസ്റ്റ്യനിൽ തരിക. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തായി മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇനി അതല്ല കേട്ടോ, ഇനി നമ്മൾ എന്ത് കാണണം, 6 കാണണം, നമ്മൾ കാണണം, വെയിറ്റ് വരെ കാണണം, നമ്മൾ കാണണം. ഇന്ന് തന്നെ ആ വലിയ ക്വസ്റ്റ്യൻക്ക് പോണതിൻ്റെ മുമ്പേ ഇതിൽ പഠിക്കേണ്ട 3 സിനാരിയോസ് ഉണ്ട്, 3 കേസുകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ, ബാക്ക് കാൽക്കുലേഷൻ അല്ലേ. കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിലേറ്റഡ് ഡാറ്റ ഈസ് ഫോളോസ് പറഞ്ഞിട്ട് എന്ത് തന്നിക്കണു, ഡെപ്റ്റ് തന്നിക്കണു, പ്രിഫർ സ്റ്റോക്ക് തന്നിക്കണു, കോമൺ ഇക്വിറ്റി തന്നിക്കണു, വെയിറ്റ് പോലും തന്നിട്ടില്ലേ, വെയിറ്റും തന്നിക്കണ്, ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് പോലും തന്നിക്കണ്. പക്ഷെ ഇതിൻ്റെ റാങ്കിങ് പറഞ്ഞൊരു സംഭവമുണ്ട്. എടാ ഏതൊരു കമ്പനി ആ കമ്പനിയുടെ കോസ്റ്റ് എന്ത് ചെയ്യാനാ നോക്കുക, റെഡ്യൂസ് ചെയ്യാനാ നോക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു റാങ്കിങ് എന്ന് പറയുന്നതിലുപരി അതെന്തുകൊണ്ട് അങ്ങനെ റാങ്ക് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഡെപ്റ്റാണ് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ക്യാപിറ്റലില്ലേ, അല്ലേ. ഡെപ്റ്റ് അല്ലേ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ക്യാപിറ്റൽ, കാരണം ഏറ്റവും റിസ്ക് കുറവല്ല ഇൻവെസ്റ്ററിന്. അതുകൊണ്ട് റിട്ടേൺ എന്ത് കൊടുത്തായി, കുറച്ച് കൊടുത്തായി, പിന്നെ എന്തും കുറയും, ഇൻട്രസ്റ്റ് ഉണ്ടാവുകൊണ്ട് തന്നെ ടാക്സ് ഡിഡക്ഷനും കിട്ടും. അപ്പോൾ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ക്യാപിറ്റൽ ഏതാണ്, ഡെപ്റ്റാണ്. അപ്പോൾ ഏതൊരു കമ്പനി ഫണ്ട് റൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഏതെന്നാണ് ഫണ്ട് റൈസ് ചെയ്യാൻ നോക്കുക, ആലോചിക്കുക നിങ്ങൾ. ഏറ്റവും കോസ്റ്റ് കുറഞ്ഞല്ലേ, അപ്പോൾ ഏതെന്നാ ഫസ്റ്റ് ഫണ്ട് റൈസ് ചെയ്യുക, ഡെപ്റ്റിന്ന്. അപ്പോൾ 1ാം സ്ഥാനം ആർക്കാണ് വരിക ഒന്ന് പറഞ്ഞാണ്. നമ്മൾ ഫണ്ട് ഒന്നാമത് എവിടുന്ന് എടുക്കുക, ഡെപ്റ്റ് നിന്ന് എടുക്കുക. ഇനി രണ്ടാമത് അതിനേക്കായി റിസ്ക് കൂടിയതാ, ഇനിയിപ്പോൾ തികഞ്ഞില്ല, അപ്പോൾ ഇനി റിസ്ക് കൂടിയതാ, ഇനി പ്രിഫർ സ്റ്റോക്കല്ലേ വരുന്നത്. മൂന്നാമത് ആരാ വരിക ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ, റീറ്റേൺ ഏണിങ്സാണ് വരിക, കോമൺ സ്റ്റോക്ക് വരിക, റീറ്റേൺ ഏണിങ്സാണ് വരിക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോമൺ സ്റ്റോക്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അങ്ങോട്ട് കൊടുക്കണ്ടേ, അപ്പോൾ നമ്മൾ റിസ്ക് കൂടുകയല്ലേ, കോസ്റ്റ് കൂടുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3ാം സ്ഥാനം ആർക്കാണ് വരിക,
റിട്ടേൺ ഏണിങ്സ്. 4-ാം സ്ഥാനമാണ് ആർക്ക് വരിക? കോമൺ സ്റ്റോക്കിന് വരിക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് സീനാരിയോ ഇവിടെ തന്നിട്ട് എല്ലാ ഡാറ്റയും ഉണ്ടല്ലേ. അവിടെ കോമൺ ഇക്വിറ്റി പറഞ്ഞിട്ട് എന്ത് റിട്ടേൺ ഏണിങ്സും കോമൺ സ്റ്റോക്കിൻ്റെ പെർസെൻറ്റേജ് അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാം. റിട്ടേൺ ഏണിങ്സിന് 7% ഉള്ളില്ലേ, കോമൺ സ്റ്റോക്കിന് എത്ര ഉണ്ട്? 9% ഉണ്ട്. അപ്പോൾ കമ്പനി നോർമലി ആദ്യം നിന്ന് എടുക്കുക, ഡെപ്റ്റിൽ നിന്ന് എടുക്കൂലേ, പിന്നെ നിന്ന് എടുക്കും, പ്രിഫറൻസ് സ്റ്റോക്കിൽ നിന്ന് എടുക്കും, പിന്നെ ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ റിട്ടേൺ ഏണിങ്സ്, പിന്നെ തികഞ്ഞിട്ടില്ലെങ്കിൽ ഏതൊക്കെ പോകുള്ളൂ നമ്മളുടെ കോമൺ സ്റ്റോക്ക് പോകുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് കേസ് 1 നോക്കിക്കുകയാണെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ എന്തുണ്ട്? റിട്ടേൺ ഏണിങ്സ് എത്ര രൂപ ഉണ്ട് എന്ന് പറയുന്നത്? 4 ലക്ഷം രൂപ ഉണ്ട്. കമ്പനിക്ക് എത്ര ഫണ്ട് റൈസ് ചെയ്യേണ്ടത്? ടോട്ടൽ ഫണ്ട് എത്ര റൈസ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ എത്ര റൈസ് ചെയ്യേണ്ടത്? 1 മില്യൺ ആണ്. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ 20% ഡെപ്റ്റ് നിന്നാണ് ഫണ്ട് റൈസ് ചെയ്യുന്നത്. അതെവിടെ തരും? ക്വസ്റ്റിൽ തരും. കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എവിടെ തരും? കമ്പനി പ്രീവിയസ്ലി എങ്ങനെ ഫണ്ട് റൈസ് ചെയ്ത് അതിൻ്റെ പെർസെൻറ്റേജിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ പെർസെൻറ്റേജ് എന്ന് വിളിക്കുന്നത്. അത് തന്നുകൊണ്ടില്ലേ. ഇപ്പോൾ 1 മില്യൺ പുതിയതായിട്ട് ഇവർ എന്ത് ചെയ്യാൻ എടുക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ 20% ഇതാണെങ്കിൽ 1 മില്യൻ്റെ 20% പറഞ്ഞാൽ എത്രടാ? ആലോചിക്കും. 1 മില്യൻ്റെ 20% എത്രയാണ്? 200,000. അപ്പോൾ ഏതാണ്? ഡെപ്റ്റ് ആണല്ലേ. ഓക്കെ, ഏതെന്ന് റൈസ് ചെയ്യുക? 200,000 ഡെപ്റ്റ് എന്ന് റൈസ് ചെയ്തു. ഓക്കെ, ബാക്കി 40% ഏതെന്ന് റൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്? നമ്മളുടെ പ്രിഫറൻസ് സ്റ്റോക്കിൽ നിന്ന്. അപ്പോൾ എത്രയാണ്? 1 മില്യൻ്റെ 40% അല്ലേ, എത്ര വരിക? 400,000 ഏതെന്ന് റൈസ് ചെയ്യും? പ്രിഫറൻസ് സ്റ്റോക്കിൽ നിന്ന് എന്ത് ചെയ്യും? റൈസ് ചെയ്യും. ഇനി കമ്പനിക്ക് എത്ര വേണ്ടത്? ആകെ 1 മില്യനല്ലേ വേണ്ടത്. അതിലിപ്പോൾ 200,000 ഡെപ്റ്റിൽ നിന്ന് എടുത്തു, 400,000 പ്രിഫറൻസ് സ്റ്റോക്കിൽ നിന്ന് എടുത്തു. ഇനി എത്ര വേണ്ടതുള്ളൂ? ഇനി 400,000 അല്ലേ വേണ്ടത്. അത് എവിടുന്ന് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. 3-ാം സ്ഥാനം എവിടുന്നാണ്? റിട്ടേൺ ഏണിങ്സ്. അപ്പോൾ റിട്ടേൺ ഏണിങ്സിൽ എത്ര ഉപ്പ് ഉണ്ട് നോക്കണം. അപ്പോൾ റിട്ടേൺ ഏണിങ്സിൽ 400,000 ഉണ്ട്. അപ്പോൾ റിട്ടേൺ ഏണിങ്സിൻ്റെ ഫുൾ എമൗണ്ട് എന്ത് എടുക്കും? അവിടെ എടുക്കും. ഇനി ഏതൊക്കെ പോകേണ്ട ആവശ്യമില്ല? കോമൺ സ്റ്റോക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റത്തെ കേസ് എങ്ങനെ മനസ്സിലായാലോ? ജസ്റ്റ് ഏത് തികയാണ് ഫണ്ട്? ഏതൊക്കെ ഫണ്ട് തികയാണ്? റിട്ടേൺ ഏണിങ്സിൻ്റെ ഫണ്ട് തികയാണ്. അപ്പോൾ നമ്മളെങ്ങനെ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വാക്ക് കാണുക? 20 × 5% അല്ലേ? അടാ 20 × 5% അല്ലേ വരിക? എടുക്കണ്ടേ? 20 × 5% എടുക്കാം. 40 × 6%. 40 × ഇനി എത്ര പെർസെൻറ്റേജാ? 7%. ഇങ്ങനെയല്ലേ എടുക്കണ്ട്? ഓക്കെ. ഞാൻ ഈ ഒരു റാങ്കിങ് ഒന്ന് എഴുതി വെച്ചാണ് ഫസ്റ്റ്. അല്ല, താഴത്ത് എഴുതിയേക്കാം. സെപ്പറേറ്റ് ആൻസർ ആയിട്ട് എഴുതി കളട്ടെ. ആൻസർ ആൻസർ ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞ പോലെ 20 × 5%, 40 × 6%, 40 × 7% അല്ലേ? എന്നിട്ട് അതിൻ്റെ സമ്മ് നമ്മൾ പഠിച്ചല്ലേ സിഗ്മ. എടാ എന്നാൽ രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കട്ടെ എല്ലാവരും. ഇവിടെ നമ്മളെ കമ്പനിക്ക് എത്രയാണ് വേണ്ടത് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ? കമ്പനിക്ക് എത്ര വേണ്ടത്? ഇതല്ലേ ആൻസർ വരിക. 3 ലക്ഷം വേണ്ടത്, അല്ലെങ്കിൽ 1 മില്യനാണ് വേണ്ടതില്ലേ? റിട്ടേൺ ഏണിങ്സിൽ എത്രയേ ഉള്ളൂ? 3 ലക്ഷം രൂപയുള്ളൂ. അപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അനുസരിച്ചിട്ട് 20% ഡെപ്റ്റ് അല്ലേ? അതിലൊന്നും വ്യത്യാസമില്ല. പ്രിഫറൻസ് സ്റ്റോക്ക് 40%, 4 ലാക്ക് എടുത്തു. ഇനി 4 ലാക്ക് വേണമല്ലേ? 6 ലക്ഷം ആയിട്ടുള്ളല്ലോ. ഇപ്പോൾ എത്ര ആയിട്ടുള്ളടാ? 6 ലക്ഷം ആയിട്ടുള്ളല്ലോ. ഇനി ഒരു 4 ലക്ഷം വേണം. പക്ഷെ 4 ലക്ഷം ഫുള്ള് ഇതിലില്ല, റിട്ടേൺ ഏണിങ്സിലില്ല. അപ്പോൾ 3 ലക്ഷം നമ്മൾ ഏതിന്ന് എടുക്കും? റിട്ടേൺ ഏണിങ്സിൽ എടുക്കും. റിട്ടേൺ ഏണിങ്സ് 3 ലക്ഷം ഉള്ളല്ലോ, തന്നിട്ടില്ലേ? റിട്ടേൺ ഏണിങ്സിൽ എത്ര ഉള്ളൂ? 3 ലക്ഷം. അപ്പോൾ പെർസെൻറ്റേജ് എത്ര വരിക? 3 ലക്ഷം / 1 മില്യൺ അല്ലേ വരിക റിട്ടേൺ ഏണിങ്സിൻ്റെ? അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? 30%. ഓക്കെ, ഇതിൻ്റെ സെയിം തന്നെ അല്ലേ? ഇതിൻ്റെ സെയിം തന്നെ അല്ലേ? അതേപോലെ എടുത്തിക്കല്ലേ? ഓക്കെ, അപ്പോൾ റിട്ടേൺ ഏണിങ്സ് 30%. ഇനി കോമൺ സ്റ്റോക്ക് എങ്ങനെ വരിക? 1 ലക്ഷം ഉള്ള വേണ്ടി ഇനി ആകെ 9 ലക്ഷം ആയില്ലേ? ഇപ്പോൾ ഇനി ആകെ 1 ലക്ഷം ഉള്ള, അപ്പോൾ 1 ലക്ഷം / 1 മില്യൺ. കോമൺ സ്റ്റോക്കിൻ്റെ എങ്ങനെ വരിക? അപ്പോൾ 10%. അപ്പോൾ എങ്ങനെ നമ്മൾ ഇൻറ്റു ചെയ്യുക? 20 × 5%, 40 × 6%, 30 × 7%, ലാസ്റ്റ് 10 × 9%. അങ്ങനെയാണെങ്കിൽ വാക്ക് എത്ര വരിക? 6.4. ഇതെടുത്താണിന്നാ ഇത് ടീണ എല്ലാവർക്കും 6.4. ആ പെർസെൻറ്റേജ് കണ്ടെങ്കിൽ മനസ്സിലായാലോ? ജസ്റ്റ് 3 ലക്ഷം നമ്മൾക്ക് ഉള്ളൂ. അപ്പോൾ 3 ലക്ഷം / 1 മില്യൺ. ഇനി ബാക്കി 1 ലക്ഷം വേണം. അപ്പോൾ 1 ലക്ഷം / 1 മില്യൺ.
അതേപോലെ ഇതെടുക്കാം ആൻസർ. എന്ത് 100K പറഞ്ഞാൽ 1 ലക്ഷം, 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. ആ ടോട്ടൽ ക്യാപിറ്റൽ നമുക്ക് 1 മില്യനാണ് വേണ്ടത്. അപ്പോൾ നമ്മളെ ക്യാപിറ്റൽ ഡിവൈഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ 1 മില്യൺ 100 ഡിവൈഡ് ബൈ 1000 അടിച്ചാൽ ഇപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇക്വിറ്റിയുടെ കോമൺ ഇക്വിറ്റിയുടെ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അത് പുതിയൊരു സംഭവമല്ലേ, നേരത്തെ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഡയറക്റ്റ് എടുത്തായിരുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ലാസ്റ്റ് കോമൺ ഇക്വിറ്റിയുടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക, റീറ്റേണേഴ്സ് എത്ര പെർസെൻറ്റേജാണ്, കോമൺ സ്റ്റോക്ക് എത്ര പെർസെൻറ്റേജ് എന്ത് ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരും. ഓക്കെ, എന്നാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്താണ് നിങ്ങൾ ശരിയോ ഓൻ പറഞ്ഞ് ഇതിൽ ഫോട്ടോ ഉണ്ടാവും, അത് ഏതെങ്കിലും എടുത്തിട്ട് അപ്പോൾ പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ക്വസ്റ്റ്യൻ മൂടുപോയി അവിടെ കിട്ടിയ എല്ലാവർക്കും ഫൈനൽ ആൻസർ എത്ര വരും അപ്പോൾ 6.6 അല്ലേ? വാക്ക് ഈക്വൽ ടു 6.6. അപ്പം എങ്ങനെ അടിക്കേണ്ടത്, 20 × 5%, 40 × 5%, 16.6 × 7%, 23.3 × 9%. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക, ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് 6.6%. വാക്ക് ഈക്വൽ ടു 6.6. ഏത് 240. അപ്പോൾ 1.2 മില്യനാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്. കമ്പനിയുടെ ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മളുടെ കേസ് തുടങ്ങുന്നതിന് മുമ്പ് നിൽക്കുന്ന 20% ഡെപ്റ്റ്. ഇപ്പോൾ 1.2 മില്യൺ ഇൻറ്റു 20%. അതെ, അതിൻ്റെ തന്നെ കേസുകളാണ്, പല പല കേസുകളാണ്, സെയിം സാധനം തന്നെ. ഓ ഒരു പ്രശ്നമല്ല, ഇതൊന്നല്ല ക്വസ്റ്റ്യൻ നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. ഇത് എന്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാലേ, ആദ്യം ഡെപ്റ്റ്, പിന്നെ പ്രിഫറൻസ് സ്റ്റോക്ക്, പിന്നെ റീറ്റേൺ ചെയ്യുന്നത്, പിന്നെ ഏതൊക്കെ പോകാൻ പറ്റുള്ളൂ, കോമൺ സ്റ്റോക്ക് പോകാൻ പറ്റുള്ളൂ. ആ ഒരു സാധനം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ 1.2 മില്യൺ വേണം, അതിൻ്റെ 20% ഡെപ്റ്റാണ്, 240,000 എടുത്തു. അതായത് 1.2 മില്യൺ ഇൻറ്റു 20% കിട്ടി. ഇനി നെക്സ്റ്റ് ഡെപ്റ്റിൽ നിന്ന് കമ്പനി റേസ് ചെയ്യുന്നത് 40%. അപ്പോൾ ഡെപ്റ്റിൽ നിന്നല്ല, പ്രിഫർ സ്റ്റോക്കിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അപ്പോൾ 1.2 മില്യൺ ഇൻറ്റു 40%. അപ്പോൾ എത്ര 480,000. ഇപ്പോൾ ഫണ്ട് എത്ര ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് തികഞ്ഞിട്ടില്ല, അത് കണ്ടാൽ തന്നെ അറിയാം. 2,40,000, 4,80,000 ആയിട്ടുള്ളല്ലോ. ഇനി കമ്പനിക്ക് എത്ര വേണം, അത്യാവശ്യത്തിലധികം എമൗണ്ട് ആണ്. അപ്പോൾ 200,000 റീറ്റേണൻസിലുണ്ട്. മൂന്നാമത്തെ റീറ്റേണൻസ് അല്ലേ, റീറ്റേണൻസ് 200,000 എടുത്തു. ഇങ്ങനെ എടുത്തപ്പോഴും എന്തായിട്ടില്ല, 1.2 മില്യൺ ആയിട്ടില്ല. ഇനി എത്ര പൈസയും കൂടി വേണമെന്നുണ്ട്, ഒരു 1.2 മില്യൺ രൂപയും കൂടി വേണം. അപ്പോൾ അത് നമ്മൾ എഴുതുന്ന എടുക്കും കോമൺ സ്റ്റോക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പെർസെൻറ്റേജുകൾ വേണം തരും. ഫൈനൽ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഇത് വേണ്ടേ? അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ പെർസെൻറ്റേജുകളുടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പെർസെൻറ്റേജ് സെയിം തന്നെ കയറും. പെർസെൻറ്റേജ് ഇതാ ഈ ഒരു സംഭവം പോലെ തരും, അതേപോലെ തരും, ഇത് തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാതെ വെച്ച് നോക്കുക. അപ്പോൾ നോർമൽ കേസിൽ ഡെപ്റ്റും പ്രിഫർ സ്റ്റോക്കും തികയില്ല, ഏതൊക്കെ പോകേണ്ടി വരും, കോമൺ ഇക്വിറ്റിക്ക് പോകേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം തികയുണ്ടോ ഇല്ല എന്നുള്ളത്. യെസ്, then final answer is 6.6. 7.7 ഓല് തന്നിരിക്കുന്നത്, ആൻസർ ഓല് തന്നിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് 6%, ഇക്വിറ്റി 9%. പ്രൊപ്പോർഷൻ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റാണ് നമ്മളോട് കണ്ടുപിടിക്കാറ്, എത്ര പെർസെൻറ്റേജ്. അപ്പോൾ നമ്മൾ ബാക്ക് എത്രയാണ്, 7.74 ആണെന്ന് നമുക്കറിയാം. ഇതെങ്ങനെയാണ് കാണുക, നമ്മളുടെ ഡെപ്റ്റിൻ്റെ 6 ഇൻറ്റു ഡെപ്റ്റിൻ്റെ പെർസെൻറ്റേജ് അല്ലേ നമ്മൾ ചെയ്യല്. അതേപോലെ തന്നെ പ്ലസ് ഇക്വിറ്റിയുടെ 6 ഇൻറ്റു ഇക്വിറ്റിയുടെ പെർസെൻറ്റേജ്. ഇതിൽ നമുക്ക് ഡെപ്റ്റിൻ്റെ 6 തന്നിരിക്കണം, എത്രയാണ് 6%. അത് പക്ഷേ ആഫ്റ്റർ ടാക്സ് ആക്കണ്ടേ. അപ്പോൾ എങ്ങനെയാണ് 6 മൈനസ് എത്ര പെർസെൻറ്റേജ്, 20%. 6 മൈനസ് 20%, 4.8. ഇത് കിട്ടി. ഇക്വിറ്റി ഡയറക്റ്റ് ആഫ്റ്റർ ടാക്സ് തന്നെയല്ലേ 9%. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് വെച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ആൻസർ കിട്ടണം, 7.7. അപ്പോൾ പെർസെൻറ്റേജ് എവിടെയുള്ളത്, ഓപ്ഷൻസിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡെപ്റ്റ് 30% ഇൻറ്റു 30%.
അപ്പോൾ ഇത് എത്ര പെർസെൻറ്റേജ് ആകാരം? 70% ഇൻറ്റു 70%. ഇതോ ചെയ്ത് നോക്കിയോ? 4.8 ഇൻറ്റു 30%, 9 ഇൻറ്റു 70%. എം പ്ലസ് അടിച്ചിട്ട് ചെയ്തു, എം ആർ സി അടിച്ചു. MRC 7.74 കിട്ടുന്നില്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത പ്രൊപ്പോർഷൻ എന്താണ്? കറക്റ്റാണ്. ഇത്രേ ഉള്ളൂ. എടാ അത് ഓപ്ഷൻസ് വെച്ച് ചെയ്യണല്ലേ? എടാ അതെങ്ങനെ ചെയ്യാം? ഓപ്ഷൻസ് വെച്ചിട്ടില്ലേ നമ്മളോട് വെക്കുന്നത് വെയിറ്റ് ഓഫ് ഡെപ്റ്റ്. അവിടെ നോക്കണം നോക്കാം. ആ വേക്കന്നെ അങ്ങോട്ട് പോകണം. കുടിച്ചോളി കുടിച്ചോളി. അത്രേ ഉള്ളൂ. ഇത് രണ്ടുമാണ് ഇല്ലാത്തത്. ജസ്റ്റ് റാൻഡായിട്ട് ഓപ്ഷൻസിൽ ഇങ്ങനെ ഇട്ട് നോക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഏത് ഇട്ട് നോക്കി? 60% ഇട്ട് നോക്കി. അപ്പോൾ അത് 60% ആണെങ്കിൽ ഇത് എത്ര പെർസെൻറ്റേജ് ആകാരം? 40% അല്ലേ ആകാരം? അത്രേ ഉള്ളൂ. നിന്നിട്ട് എല്ലാവരുടെ സംഭവം ഈസി ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അവിടെ എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ഏതാ വെച്ച് കഴിഞ്ഞാൽ 2 ഹെഡിങ്ങൾ നമ്മളിപ്പോൾ എഴുതി. ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറും മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമാണ് പറയുള്ളത്. ഒപ്റ്റിമൽ പറഞ്ഞാൽ എന്താടാ? ഒപ്റ്റിമം എന്നൊക്കെ പറയില്ലേ? ഏറ്റവും ബെറ്റർ, ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ അറിയില്ലേ? ബെസ്റ്റിന് നമ്മൾ എന്ത് പറയാം? ഒപ്റ്റിമം എന്ന് പറയാല്ലേ? ഓക്കെ, അപ്പോൾ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അത് ശരിയാക്കാം. അത് ഞാൻ അവിടെ ടോപ്പിക് എടുത്തോണ്ടിരിക്കണ്. റെഡിയാക്കാം. ഞാൻ പാവം ഉണ്ടോന്നല്ല. ഓക്കെ, ശ്രദ്ധിക്കാട്ടോ. ഒപ്റ്റിമൽ കോസ്റ്റ് അല്ലെങ്കിൽ ഒപ്റ്റിമൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് ഉണ്ടല്ലോ. വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്, കുറക്കുന്നുണ്ട്. അപ്പോൾ ഒപ്റ്റിമൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞാൽ ഒരു കമ്പനീൻ്റെ കൂടുകണ്ട് കുറവാണ്ട് മാക്സിമം എത്ര കുറക്കാൻ പറ്റുമോ അത്രയും എന്ത് ചെയ്യണം, കുറക്കണം എന്നുള്ളതല്ലേ. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഡിസ്കഷൻ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോകൾ പഠിച്ചാലേ, ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റിയിലേ. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് അത് കൂടുകയാണോ കുറയണോ നല്ലത്? നിങ്ങൾ പഠിച്ച രീതിയിൽ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി അല്ലേ, ഇക്വിറ്റിയുടെ എത്ര പോർഷന് ഡെപ്റ്റ് ഉണ്ട് എന്നല്ല നോക്കണത്, അത് കുറയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോൻ്റെ ബേസിസിലായിരിക്കും നമ്മളുടെ എന്ത് വരിക, റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 6 പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് വരിക എന്ന് പറയുന്നത്. എന്താ അതിന് റീസൺ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഡെപ്റ്റ് കൂടി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് തിയററ്റിക്കൽ നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കും. പ്രോബ്ലം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് ഇതിന്ന് തിയറി ഈ ഭാഗത്തു നിന്നാണ് മെയിനായി ചോദിക്കുക. നിങ്ങളുടെ ഡെപ്റ്റ് കൂടി കഴിഞ്ഞാൽ ഇക്വിറ്റിയുടെ നല്ലൊരു പോർഷന് ഡെപ്റ്റ് വരിക പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ എന്തുണ്ടെന്ന് അർത്ഥം, നല്ല ഡെപ്റ്റ് ഉണ്ട് എന്ന് അർത്ഥം. അപ്പോൾ ഡെപ്റ്റ് കൂടി കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. കാരണം ഓല റിസ്ക് കൂടി, കാരണം ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ആർക്ക് ഫണ്ട് കിട്ടാൻ, കോമൺ ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഫണ്ട് കിട്ടാൻ. അതുകൊണ്ട് തന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ എന്ത്, റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 6 എന്ന് പറഞ്ഞ സംഭവം. ഇപ്പോൾ നല്ല ഫോർ എക്സാമ്പിൾ ഹൈലി ലെവറേജ് എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? ലെവറേജ്, നല്ല ലെവറേജ് ഉണ്ട്. 100% ഡെപ്റ്റാണ് വിചാരിച്ചോ, 100% ഡെപ്റ്റാണ്. ഇനി അവിടെ ഒരു ഇക്വിറ്റി ഹോൾഡറിനെ അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ കോമൺ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, നല്ല റിട്ടേൺ എന്ത് ചെയ്യും ചോദിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്ത് തീർത്തിട്ട് വേണം
ആ കമ്പനി ഇനി എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഡിവിഡൻഡ് കൊടുക്കാൻ. ഡിവിഡൻഡ് കൊടുക്കേണ്ടതല്ല, ലീഗൽ ഒബ്ലിഗേഷനുള്ള ഡെപ്റ്റ്. എപ്പോൾ ആണെങ്കിലും ഈ കമ്പനി പണി പാടാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പോൾ ആർക്ക് ഹൈലി റിസ്ക് ആണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്താണ്, ഹൈലി റിസ്ക് ആണ്. അപ്പോൾ നമ്മളുടെ റിക്രൂഡ് റേറ്റ് ഓഫ് റിട്ടേൺ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു റാഷ്യോ പറഞ്ഞാൽ ഏതാണോ, ഡെപ്റ്റ് ടു ഇക്വിറ്റി റാഷ്യോ ആണ്. അപ്പോൾ ഒരു കമ്പനി, ഒരു എക്സാമ്പിൾ ചോദിക്കട്ടെ, ഒരു കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റാഷ്യോ വളരെ ലോ ആണ്. അപ്പോൾ ആ കമ്പനിയുടെ വാക്ക് എന്താവാനാണ് ചാൻസ്, കുറയാനല്ലേ ചാൻസ്, കാരണം റിസ്ക് എന്താണ്, കുറവാണ്. അപ്പോൾ റിട്ടേൺ എന്ത് ചെയ്തായി, കുറച്ച് കൊടുത്തായി. എന്നാൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി റാഷ്യോ നല്ല കൂടുതലുണ്ടെങ്കിലോ വാക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും, കൂടും. വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. അപ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റാഷ്യോയും റിക്യൂർഡ് റേറ്റ് ഓഫ് റിട്ടേണും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ, ഇത് കുറയുമ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി കുറയുമ്പോൾ എന്തും കുറയും, വാക്കും കുറയില്ലേ, കൂടുമ്പോൾ അതും കൂടും. അതുകൊണ്ട് തന്നെ എന്ത് റിലേഷൻ വരിക, പോസിറ്റീവ് റിലേഷനാണ് വരിക. ഓക്കെ, പോസിറ്റീവ് റിലേഷൻ വരിക. പിന്നെ ഒരു പോയിന്റ് പറയുന്നത് അറ്റ് ദ സെയിം ടൈം അല്ലെങ്കിൽ സെയിം പോയിന്റ് പറയാം, ഡെപ്റ്റ് ടു ഇക്വിറ്റി റാഷ്യോ ഇൻക്രീസ് ആയി. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് പറയാം കേട്ടോ. ഡെപ്റ്റ് ടു ഇക്വിറ്റി റാഷ്യോ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ലെവറേജ് ആവൂലേ. അവിടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റാഷ്യോ ഇൻക്രീസ് ആ പറഞ്ഞാൽ ഡെപ്റ്റ് കൂടുതൽ എന്നല്ല അർത്ഥം, ന്യൂമറേറ്റർ കൂടുതലല്ലേ. അപ്പോൾ ലെവറേജ് ആയി, അതായത് ഫൈനാൻഷ്യലി എന്തായി, ലെവറേജ് ആയി. അങ്ങനെ ആയി കഴിഞ്ഞാൽ ആര് ഹൈലി റിട്ടേൺ ചോദിക്കുന്നത് വെച്ചാൽ ലെൻഡേഴ്സ്, അതായത് ബോണ്ട് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ. ബോണ്ട് ഹോൾഡേഴ്സ് ചോദിക്കൂലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റാഷ്യോ നല്ലോണ്ട്, ഇപ്പോൾ ഓൾറെഡി കടം നല്ല അധികം അല്ലേ. ഇനി പുതിയൊരു ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടുത്തെ ബോണ്ട് ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, കാരണം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പിന്നെ വേണം ഇവർക്ക് എന്തിട്ടാൻ ഇൻട്രസ്റ്റ് ആണ്, കമ്പനി എന്തുമാണ്, റിസ്ക് ആണ്. അപ്പോൾ പുതിയൊരു ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഡെപ്റ്റ് ടു ഇക്വിറ്റി റാഷ്യോ എങ്ങനെ ഹൈ അല്ല നിൽക്കണത്, ഇപ്പോൾ ഓൾറെഡി എങ്ങനെയാണ് നിൽക്കുന്നത്, ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി പുതിയൊരു ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബോണ്ട് ഹോൾഡേഴ്സ് എന്ത് ചോദിക്കും, കൂടുതൽ റിട്ടേൺ എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് കൂടിയില്ലേ, അത് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഡെപ്റ്റിൻ്റെ എന്ത് കൂടും, ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യും, കൂടും. അത് ക്ലിയർ ആണല്ലോ, ഡെപ്റ്റിൻ്റെ കോസ്റ്റ് കൂടും. ഇതേപോലെ തന്നെ ഇൻ അഡീഷൻ ഇക്വിറ്റി ഹോൾഡേഴ്സും എന്ത് ചോദിക്കും എന്ന് പറയുന്നത്, ഗേറ്റർ റിട്ടേൺ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റ് കൂടുതലുള്ള കമ്പനിയിൽ ആർക്കും റിസ്ക് ആണ്. ഇനി വരുന്ന ഡെപ്റ്റ് ഹോൾഡേഴ്സിനും റിസ്ക് ആണ്, ഇനി വരുന്ന കോമൺ ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ്ലി എഫക്റ്റ് എന്ത് കാരണം, ഹൈ ലെവറേജ് കാരണം, ഈ ഡെപ്റ്റ് കാരണം ഇക്വിറ്റിയുടെ കൂടും. അപ്പോൾ ഏതിൻ്റെയൊക്കെ കൂടുടാ, ഡെപ്റ്റിൻ്റെ കൂടൂലേ, ഡെപ്റ്റിൻ്റെ കോസ്റ്റും കൂടും, അതുപോലെ ഏതിൻ്റെ കോസ്റ്റും കൂടും, ഇക്വിറ്റിയുടെ കോസ്റ്റും കൂടും. അപ്പോൾ ജസ്റ്റ് നമ്മളുടെ കമ്പനിയിൽ ഡെപ്റ്റ് കൂടുതലായി കഴിഞ്ഞാൽ ഏതൊക്കെ കോസ്റ്റ് കൂടുടാ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ഇൻക്രീസ് ആവും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താവും, ഇൻക്രീസ് ആവും. റീസൺ എന്താണ് ഒന്ന് പറഞ്ഞാൽ, ഡെപ്റ്റ് കൂടി കഴിഞ്ഞാൽ കമ്പനി എന്തായെന്ന് അർത്ഥം, ഫൈനാൻഷ്യലി ലെവറേജ് ആയി എന്നല്ല അർത്ഥം. അതായത് കമ്പനിയിൽ ഡെപ്റ്റ് എന്താണ്, കൂടുതലാണ്. ഡെപ്റ്റ് ഒരു കമ്പനിക്ക് നല്ലതാണോ, കാരണം ലീഗൽ ഒബ്ലിഗേഷൻ ആണല്ലേ. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കമ്പനി ചിലപ്പോൾ പൂട്ടി പോകേണ്ട അവസ്ഥ വരെ എന്ത് ചെയ്യും, വരും. അപ്പോൾ ഇനി പുതിയ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ കൂടുതൽ എന്ത് കൊടുക്കേണ്ടി വരും, റിട്ടേൺ കൊടുക്കേണ്ടി വരും, റിസ്ക് കൂടിയില്ലേ. അതേപോലെ തന്നെ പുതിയ ഇക്വിറ്റി ഹോൾഡ് ചെയ്യും, ഇക്വിറ്റി നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോവുകയാണെങ്കിൽ കൂടുതൽ എന്ത് കൊടുക്കേണ്ടി വരും, റിട്ടേൺ കൊടുക്കേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഡെപ്റ്റ് കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലെവറേജ് ആയി കഴിഞ്ഞാൽ ഏതിൻ്റെയൊക്കെ കോസ്റ്റ് കൂടും, കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കൂടും, കോസ്റ്റ് ഓഫ് എന്തും കൂടും, ഇക്വിറ്റിയും കൂടും. അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിലുള്ള ഒരു കൺക്ലൂഡിങ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാക്സിമം എന്താവുക വേണ്ടത്, കുറയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ ഡെപ്റ്റ് കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ഡെപ്റ്റ് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇങ്ങനെ എന്ത് ചെയ്യും, കൂടി വരും. അപ്പോൾ ഇനി പുതിയത് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ നോക്കുമ്പോൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റും കൂടും, അതുപോലെ ഇക്വിറ്റിയുടെ കോസ്റ്റും എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ എന്താണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒരു കമ്പനിക്ക് എങ്ങനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ വേണ്ടത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ വാക്ക് എന്താ വേണ്ടത്, വാക്ക് മിനിമൈസ് ചെയ്യാനാണ് കമ്പനി എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. എപ്പോഴൊരു കമ്പനി എങ്ങനെ ചെയ്യേണ്ടത്, വാക്ക് മാക്സിമം എന്ത് ചെയ്യുക, മിനിമൈസ് ചെയ്യാൻ നോക്കുക. എപ്പോഴാണ് മിനിമൈസ് ചെയ്യുക, റിസ്ക് മാക്സിമം എന്ത് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക, കുറക്കാൻ നോക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ അവർക്ക് റിട്ടേൺ എന്ത് ചെയ്തായി, കുറച്ച് കൊടുത്തായി. അപ്പോൾ നമ്മളെ കോസ്റ്റ് എന്താവും, കുറഞ്ഞിട്ട് എന്ത് ചെയ്യും, വരും. ഓക്കെ, അതിൽ ഇനി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കുറച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് മനസ്സിലാവും. പിന്നെ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഡീഷണൽ ഒന്നുമില്ല, നമ്മുടെ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതിന് വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്, നമ്മളെ ക്വസ്റ്റ്യനിൽ എന്താണ്, ക്വസ്റ്റ്യനിൽ നമ്മൾ സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമൊന്നുമില്ല. VMCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അത് തന്നെയാണ് കാണേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ കാൽക്കുലേഷൻ ചെയ്യണത് ശരിക്കും WMCC പറഞ്ഞ സാധനമാണ്. വെയിറ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേഷൻ ചെയ്യുന്നത്. പക്ഷേ അത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാം. ചിലപ്പോൾ WACC എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ WMCC എന്ന് ചോദിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷേ രണ്ടും എന്തല്ല, സെയിം അല്ല. ഡെഫിനേഷൻ ബേസിൽ എന്തല്ല, സെയിം അല്ല. നമുക്ക് ഏത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ സെയിം ആകാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത് കണ്ടു വിചാരിച്ചിട്ട് വേറെ കാൽക്കുലേഷൻ ഒന്നുമില്ല. WMCC എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതിനെ കണ്ടപ്പോൾ ഇപ്പോൾ നേരത്തെ പഠിച്ചു തന്നെയാണ് ചെയ്യേണ്ടത്, ബാക്ക് തന്നെയാണ് കണ്ടത്. അപ്പോൾ എന്താ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ, ഓൾറെഡി കമ്പനിയുടെ ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതുമ്മ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക,
വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുക. ഇനി WMCs പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുതിയൊരു ക്യാപിറ്റൽ എടുക്കുക, പുതിയ ഷെയർസ് എന്ത് ചെയ്യാണ്, ഇഷ്യൂ ചെയ്യാണ്. അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുമ്പോഴാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുക, നമ്മൾ വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെയും ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തെന്നെ യൂസ് ചെയ്യുന്നത്, മാർജിനലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? മാർജിനലാണ് യൂസ് ചെയ്യുന്നത്. എക്സിസ്റ്റിങ്ങിൻ്റെ കണ്ടിട്ട് പ്രത്യേകിച്ച് എന്തില്ല, കാര്യമൊന്നുമില്ല. എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ഫ്യൂച്ചർ കോസ്റ്റ് അല്ല അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പഠിക്കണത് തന്നെയാണ് വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഏതും പറയാം. വേക്കെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ വേക്കെന്നല്ല ചോദിച്ചു, നമ്മൾ എന്തെന്നെ ചെയ്യണത് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് ചെയ്യുന്നത്. അപ്പോൾ ആകെ ഒറ്റ പോയിൻ്റാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഡിസിഷൻ സിറ്റുവേഷനിൽ നിങ്ങൾ ഏതാ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ തിയറി ചോദിക്കുക, ആകെ ഒറ്റ പോയിന്റ് പഠിക്കാനുള്ളത്. ഡിസിഷൻ മേക്കിങ്ങിന് നിങ്ങൾ ഏത് വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും, എക്സിസ്റ്റിംഗ് കോസ്റ്റാണ് കാണിച്ച് ഞങ്ങൾ ഏതാ യൂസ് ചെയ്യേണ്ടത്, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള പോയിന്റ്. അപ്പോൾ എന്തൊക്കെയാണ് പോയിന്റ്സ്? ആകെ 2 പോയിന്റ് ഉള്ളല്ലോ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എപ്പോഴാണ് യൂസ് ചെയ്യുക? അതായത് പുതുതായിട്ടൊരു ഇഷ്യൂൻസ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കാണാനാണ് നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക, വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ എഴുതിക്കണം കേട്ടോ, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്താണെന്ന് പഠിച്ചാലേ മാർജിനൽ കോസ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുക, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ. അഡീഷണൽ നിങ്ങൾ ക്യാപിറ്റൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതാ യൂസ് ചെയ്യേണ്ടത്, വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതാണെങ്കിലോ നിങ്ങൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 പോയിന്റ് ക്ലിയർ ആണല്ലോ. പ്രോബ്ലം ബേസ് നോക്കേണ്ട ആവശ്യമില്ല, കാരണം 2 എങ്ങനെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അപ്പോൾ ഏത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതിന് എന്ത് ചെയ്താൽ മതി. പക്ഷേ തിയറി ബേസിൽ ചോദിക്കും മാർജിനൽ അനാലിസിസിന് ഏതാ യൂസ് ചെയ്യുക, മാർജിനൽ അനാലിസിസ് പുതിയ ക്യാപിറ്റൽ എടുക്കുമ്പോൾ ഏതാ യൂസ് ചെയ്യുക, വെയ്റ്റഡ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാപിറ്റലിൻ്റെയാണ് നോക്കുന്നത് വെച്ചാലോ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ.